وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين برضا الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാരെ, സ്നേഹനിധികളായ ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, KMICയുടെ മുതൽക്കൂട്ടായ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കളെ, രാവിലെ മുതൽ റസൂലുള്ളാന്റെ മൗലിദും അസ്മാഉൽ ബദറും തവസ്സുൽ ബൈത്തും മദ്ഹ് ഗാനങ്ങളൊക്കെയും ചൊല്ലിയതും അതിനുശേഷം ഞാൻ ദുആ ചെയ്തതും ആമീൻ പറഞ്ഞതും എല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയവും സന്ദർഭവും ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന വിഷയങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം പ്രസക്തമേറിയ വിഷയങ്ങളാണ് നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ ഒരു നിലക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഷയമാണ് 5 വഖ്ത് നിസ്കാരം. പക്ഷേ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഭംഗിയും വേഷവും നിലനിർത്താൻ വേണ്ടി പലവരും പല മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നു. നല്ലൊരു വിഭാഗം സാധാരണക്കാര് തെറ്റിന്റെ ഗൗരവം അറിയാതെയാണ് അതിൽ ചെന്ന് ചാടുന്നതെന്ന് പല സമയത്തും ക്ലാസുകളൊക്കെ എടുത്തതിനു ശേഷം പലവരും ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നു. ആമുഖമായി ഉണർത്തുകയാണ്, മുമ്പ് മുടിക്ക് ചായം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ പല സുഹൃത്തുക്കളും വിളിച്ചു, ഉസ്താദെ, എനിക്കത് താല്പര്യമില്ല, പക്ഷെ എന്റെ ഭാര്യയുടെ നിർബന്ധത്തിനു വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഞാനൊരു നിരച്ചവനാണ്, പ്രായമുള്ളവനാണെന്ന് തോന്നുമ്പോൾ ഭാര്യയ്ക്ക് അതൊരു വഷൾത്തരമായി തോന്നുകയും ഭാര്യയുടെ നിർബന്ധത്തിനു വഴങ്ങി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് തെറ്റായി പോകുമോ എന്നൊക്കെയും ചോദിച്ച പലവരുമുണ്ട്. ചിലപ്പോൾ ഭർത്താക്കന്മാരുടെ നിർബന്ധത്തിന് ഭാര്യന്മാർ പലതും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിനൊന്ന് സൂചിപ്പിക്കുകയാണ്, ഒരു ഭാര്യ കഴിവിന്റെ പരമാവധി ഔറത്ത് മറച്ച് തന്റെ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവർ കാണരുതെന്ന് വിചാരിക്കുന്ന പല ഭാര്യന്മാരെയും പല ഭർത്താക്കന്മാരും നിർബന്ധിച്ച് അങ്ങനെ ഒരു മുഖംമൂടി ധരിച്ച് ഒരു ബീബികൾ നടക്കുന്നത് പോലെ എന്റെ ഒപ്പം പോരാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരുടെ നിർബന്ധത്തിനു വഴങ്ങി ഫാഷൻ ധരിക്കുന്ന പല സഹോദരിമാരെയും കാണാം. ഏതായിരുന്നാലും അതിന്റെയൊക്കെയും ഒരു ഇസ്ലാമിക വശങ്ങൾ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഭൗതികമായ ജീവിതം വളരെ കുറഞ്ഞ സമയമാണ്. പിന്നെ എത്ര കാലമാണ് ആഖിറത്തിൽ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കില്ല. ആ ഒരു ആഖിറത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ മുഅ്മിനീങ്ങളോടാണ് എന്റെ ചർച്ച. ഉസ്താദന്മാർ ഈ വിഷയങ്ങളൊക്കെയും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ ഐദ്യത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ആഖിറത്തിൽ എത്ര കൊല്ലം ജീവിക്കണം എന്ന് നമുക്ക് ഒരു കണക്കു പറയാൻ പറ്റില്ല. വേണമെങ്കിൽ മുത്തസിലായ മദ്ദോ മുൻഫസിലായ മദ്ദക്കും കൊടുത്തിട്ട് കാലം എന്ന് മദ് മുത്തസിലോ മുൻഫസിലൊക്കെ ആക്കി പറഞ്ഞാലും അതിനൊക്കെയും അതിന്റെയും അപ്പുറത്താണ് ആ ആഖിറത്തിലെ ജീവിതം കിടക്കുന്നത്. ഈ ഭൗതികമായ കാലഘട്ടത്തിൽ ഏകദേശം ഞാൻ ഈ വിഷയമൊന്ന് ഗൗരവം സാധാരണക്കാർ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ആമുഖം ഉപയോഗിക്കുന്നത്. ഒരു 35 അല്ലെങ്കിൽ ഒരു 40 വയസ്സ് വരെ, അല്ലെ, ഒരു 40 ചിലപ്പോൾ 45 വയസ്സ് വരെയൊക്കെയും
മുടി നരക്കാത്തവരും തലയിൽ നിന്ന് മുടി കൊഴിയാത്തവരും ഇഷ്ടം പോലെയുണ്ട്. പിന്നെ അവനിക്കുള്ളത് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് പ്രകാരം എന്റെ സമുദായത്തിന്റെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അപ്പോൾ ഏകദേശം ഒരു 15 കൊല്ലം അല്ലെങ്കിൽ ഒരു 20 കൊല്ലം അത്രയും. പിന്നെ ഒരു 20 കൊല്ലത്തിന് ഒരു 50 വയസ്സ് കഴിഞ്ഞ് ഒരു 55 വയസ്സായാൽ പിന്നെ മുടി നരച്ചവനാണ്, കഷണ്ടി തലക്കാരനാണ് എന്നുള്ള ഒരു പ്രശ്നം അവന് കുടിക്കുന്നുമില്ല. അപ്പൊ ഇവിടെ എന്റെ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു 42 അല്ലെങ്കിൽ ഒരു 45 വയസ്സ്, ഒരു 55 വയസ്സിന്റെ ഇടയിലുള്ള ഒരു 10 കൊല്ലം. ഈ ഒരു 10 കൊല്ലം, കാരണം 55 വയസ്സൊരാൾക്കായാൽ ഇനിയിപ്പോ അവന്റെ താടി നരച്ചു, മീശ നരച്ചു, തലമുടി നരച്ചു, അല്ലെങ്കിൽ അവൻ കഷണ്ടിക്കാരനായി എന്ന് അവനെപ്പറ്റി പിന്നെ ഒരു ഇതില്ല. പിന്നെ അവനൊരു പ്രായമായ ആളാണ് നിന്റെ ഭർത്താവ് എന്നൊരു ഭാര്യക്കും തോന്നുന്ന പ്രശ്നം അവരെ ഉദിക്കുന്നില്ല. പക്ഷേ ഒരു 40-50 വയസ്സിന്റെ ഇടയിൽ ഞാനിപ്പോഴും ഒരു ചെറുപ്പക്കാരനാണ്, ഞാനിപ്പോഴും ഒരു ഭംഗിയുള്ളവനാണ് എന്നുള്ള ഒരു നിശ്ചിത വളരെ കുറഞ്ഞ കാലം ഈ ഭൗതികമായ ജനങ്ങളുടെ മുമ്പിൽ അവന്റെ ഭംഗി വെളിവാക്കാനാണ് ഇന്ന് ഈ കഷണ്ടിത്തലയിൽ മുടി പുതിപ്പിക്കലും ചായം കൊടുക്കലും എല്ലാവരും ചെയ്യുന്നത്. ഒരു 10 കൊല്ലത്തെ ആ ഒരു കാലാവധിയിൽ ഭംഗി വെളിവാക്കാൻ. പിന്നെ മാനസികമായ ടെൻഷൻ കാരണം, ചില ശാരീരികമായ രോഗങ്ങൾ കാരണമൊക്കെയും 40 വയസ്സിന്റെ മുന്നെയൊക്കെ നിരക്കുന്നവരുണ്ട്. മനസ്സിൽ വിഷമം കൂടിയാൽ പെട്ടെന്ന് തലമുടി നരക്കുമെന്നാണ്, തലയിൽ നിന്നും മുടി കൊഴിഞ്ഞു പോകുമെന്നാണ്. അള്ളാഹുവിലുള്ള ഭയം കാരണം, അള്ളാഹുവിൽ അമിതമായ ഭയം കാരണം മനുഷ്യനെ നിരപ്പിച്ചു കളയുമെന്നാണ്. നോക്കി, കാരണം ഏതോ ഒരു ഹദീസിലുണ്ടല്ലോ റസൂലുള്ളാന്റെ സൂറത്ത് ഹൂദ് എന്നെ നിരപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിൽ നമ്മൾ ഷൗക്കത്ത് സക്കാഫി ഇപ്പൊ നാട്ടിലായതുകൊണ്ട് അങ്ങനത്തെ ഹദീസുകളൊന്നും പെട്ടെന്ന് ഇപ്പൊ കിട്ടാൻ മാർഗമില്ല. ഷൗക്കത്ത് സക്കാഫി ഇന്നലെ വീട്ടിൽ വന്നു. സുബ്ഹാനല്ലാഹ്, കയ്യും വീശിയിട്ടല്ല ഷൗക്കത്ത് സക്കാഫി വന്നത്, 10,000 കിതാബുമായിട്ടാണ് വന്നത്. അൽഹംദുലില്ലാഹ്, 10,000 കിതാബിനാണ്. ഒരു കിതാബന്നെ ചിലപ്പം 5 വാല്യം, ഇപ്പൊ തഫ്സീർ റാസി പോലത്തെ കിതാബുകളൊക്കെ 30-32 വാല്യമാണ്. അങ്ങനത്തെ 10,000 കിതാബുമായിട്ടാണ് ഇന്നലെ ഷൗക്കത്ത് സക്കാഫി സാധുവായ എന്റെ വീട്ടിൽ വന്നത്. വെറും കയ്യോട് കൂടെയല്ല, CD അത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കയറ്റി. പക്ഷെ അതിന്റെ ഉള്ളിനിപ്പം ഞാൻ എങ്ങനെയാ എടുക്കേണ്ടതെന്ന് അതിന് വേറെ ആളെ കൊണ്ട് പഠിപ്പിക്കണം, അത് വേറെ കാര്യം. ഏതായാലും വലിയൊരു സൗകര്യമാണ്. ഒക്കെ നിങ്ങൾ ആധുനിക സംവിധാനങ്ങളെ കൊണ്ട് ഒരുപാട് നാശങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഗുണങ്ങളുമുണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പാണ് സാധാരണക്കാരോട് പറയാൻ, ഈ 10,000 കിതാബിന്റെ CD ഇന്ന് അത്രയും കിതാബ് ഒരാൾ വാങ്ങി അതൊരു ഖുതുബഖാന നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു ലൈബ്രറി നിർമ്മിച്ച് അത് സെറ്റാക്കാൻ തീരുമാനിച്ചാൽ ഒരു 15 സെന്റ് സ്ഥലം വാങ്ങി അതിൽ വലിയ ഒരു കെട്ടിടം നിർമ്മിച്ചാൽ അത്രയും വലിയ കെട്ടിടത്തിൽ ഈ 10,000 കിതാബ് ഉൾക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല. അങ്ങനത്തെ ഒരു 10,000 കിതാബ്, ഇത്രയും കിതാബാണ് ഒരു ചെറിയ CD-യിലായി കൊണ്ടുവന്നത്. അപ്പോ ഞാനതിന്റെ അത് എങ്ങനെയാണ് ഇനി അത് നമുക്ക് ആവശ്യമുള്ളത് കോപ്പി ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് നോക്കേണ്ട സംവിധാനം എന്തോ ഒരു സോഫ്റ്റ്വെയറിന്റെ കമ്മി എന്റെ ലാപ്ടോപ്പിലുണ്ട്. അപ്പൊ എന്റെ വേറൊരു സുഹൃത്തായ സക്കാഫിക്ക് ഞാൻ വിളിച്ചു, ഇങ്ങനൊരു 10,000 കിതാബിന്റെ അൽ മക്തബത്ത് ഷാമിലെ കിട്ടി ലാപ്ടോപ്പിൽ കോപ്പി ചെയ്തിട്ടുണ്ട്, അതൊന്ന് എന്തോ ഒരു സോഫ്റ്റ്വെയർ കൂടി അതിൽ കയറ്റണത്ര, എന്നാലേ അത് ഓപ്പണായി കിട്ടുകയുള്ളൂ, അതൊന്ന് ചെയ്തു തരണമെന്ന് വേറൊരു സക്കാഫിക്ക് വിളിച്ചപ്പോ ആ സക്കാഫി പറഞ്ഞു, പുതിച്ചേനേക്കായും വലുതാണ് മതേലെന്ന് പറഞ്ഞ രൂപത്തിലായി, ഈച്ചെടുക്കാൻ പോയ ഇരച്ച പ്രസവിച്ചു എന്ന് പറഞ്ഞ രൂപത്തിലാണ് പിന്നെ മറുപടി കിട്ടിയത്. എന്താ അത്? ഉസ്താദിന്റെയൊക്കെ 10,000 മക്തബ ഷാമിലാണ്, എന്റെയൊക്കെ 65,000 കിതാബിന്റെ ഒരു ഷാമില എന്റെ കൈവശമുണ്ട്. ഞാൻ ഞായറാഴ്ച ഉച്ചന്റെ ശേഷം വീട്ടിലെത്തി നമുക്ക് അത് കയറ്റാം, എന്താ പിന്നെ ഇനി യാതൊരു പണിയില്ല. നോക്കി നിങ്ങൾ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ഷൗക്കത്ത് സക്കാഫിയുടെ ഒരു ഉപകാരം പറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പൊ ഹദീസ് വരും, ഞാൻ അതൊക്കെ വളരെ ഉപകാരമാണ്.
അപ്പൊ നമ്മൾ ആധുനിക സംവിധാനത്തിലുള്ള പല വിഷയത്തെയും ശക്തിയുക്തം എതിർക്കുന്നുണ്ട്. പക്ഷെ അത് ഉപയോഗം നോക്കിയിട്ടാണ്. നല്ലതിന് ഉപയോഗിക്കുമ്പോ അൽഹംദുലില്ലാ ഒരുപാട് ഉപകാരങ്ങൾ. അല്ല ചീത്തക്കാണോ ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്, അവൻ ചീത്തയായി പോകും. അള്ളാഹു നന്മയിലൂടെ ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് നമുക്ക് ഉപകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഏതായിരുന്നാലും റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ കാണാം, സൂറത്ത് ഹൂദ് എന്നെ നരപ്പിച്ചു. ഏതായാലും നിര സംബന്ധിച്ച് പറയുമ്പോ മുടി വെക്കലും പറിക്കലും മാറ്റലും ചായം കൊടുക്കലൊക്കെ ആകുമ്പോ ആമുഖമായി ഞാൻ അതിനൊക്കെ ഒരുങ്ങുന്നവർ ശ്രദ്ധിക്കാൻ, അതൊരു ചിലപ്പോ ഇന്നൊരു ക്ലാസ് കൊണ്ട് മാത്രം അത് അവസാനിക്കില്ല. എല്ലാവരും ഇനി ഒരു കാര്യം ഒന്നുകൂടി ആമുഖമായി ഉണർത്താണ്. മറ്റു ചോദ്യങ്ങൾ തൽക്കാലം ടെസ്റ്റ് ചെയ്യാതെ ഈ പറയുന്ന വിഷയം ഒന്ന് ഇതിന്റെ ഒരു പല ഭാഗങ്ങളിലേക്കും നമ്മൾ കയറി ചെല്ലേണ്ടതുണ്ട്. ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള പല ഓപ്പറേഷനുകളും ആ ഓപ്പറേഷൻ കാരണം നമ്മുടെ നിസ്കാരങ്ങളും പിന്നീട് അത് കളാകൂറ്റുന്ന പ്രശ്നങ്ങളും പലതും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് മറ്റു സാധാരണ പല ചോദ്യങ്ങളും ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ചെയ്താൽ ഈ വിഷയം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിനെ അമിതമായുള്ള ഭയം, കാരണം സൂറത്ത് ഹൂദിലെ ഒരു പ്രത്യേകമായ ആയത്തിന്റെ ഗൗരവം റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന കാരണമാണ് സൂറത്ത് ഹൂദ് എന്നെ നിരപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിലുള്ള ഭയവും എന്തു ചെയ്യും, മനുഷ്യന് നിരയുണ്ടാക്കി തീർക്കും. അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത്, സാധാരണഗതിയിൽ ഒരു 5-6 കൊല്ലത്തെ ഒരു ഭംഗി, ഞാൻ ഇപ്പോഴും വയസ്സനല്ല, എന്റെ തലയൊന്നും കഷണ്ടിയല്ല എന്ന് ആരെങ്കിലൊക്കെയും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പം ഇസ്ലാം വളരെ കർക്കശമായി നിരോധിച്ച ചില ആധുനിക സംവിധാനങ്ങളിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ നിസ്കാരവും കുലിയൊന്നും സഹീഹാകുന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നത്. എന്തിന്? ഈ ഒരു 5-6 കൊല്ലത്തെ ജീവിതം ഭംഗി നിലനിർത്താൻ. കാരണം 40 വയസ്സ് വരെ അള്ളാഹു അവന് കൊടുത്ത ഒരു ആരോഗ്യപരമായ ഭംഗിയും അവന്റെ മുടിയുടെ കറുപ്പും അവന്റെ തലമുടിയുടെ നീളവും എല്ലാം ഉണ്ട്. പിന്നെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അവനൊരു നിരക്കന്റെ പ്രായമായി, അല്ലെങ്കിൽ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോവേണ്ട പ്രായമായി എന്നൊരവസ്ഥയും എത്തുന്നു. അത് രണ്ടും അവനിക്ക് സഹിക്കാം. നേരെ മറിച്ച് ഈ ഒരു 5-6 കൊല്ലത്തെ ജീവിതം ഒരു ഭംഗിയിൽ തന്നെ നിലനിൽക്കണം എന്നതിനു വേണ്ടി ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ പറയുന്നു, നമ്മുടെ ഈ ജീവിതമാണ് പലപ്പോഴും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഖിറത്തിൽ എത്ര കൊല്ലം ജീവിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിന് ഹദ്ദില്ല. അതിന് ഗസാലി ഇമാമാണ് എന്റെ ഓർമ്മ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാർക്ക് തിരിയാൻ. അതൊന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഭൗതികമായ ജീവിതത്തിലെ നശ്വരമായ ഈ ഒരു ജീവിതത്തിലെ ഭംഗിക്കു വേണ്ടി നമ്മുടെ ആഖിറം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞൊരു ഒരു ഉദാഹരണം, ആഖിറത്തിലെ കാലം, എത്ര കാലമാണ് നമ്മൾ ആഖിറത്തിൽ ജീവിക്കേണ്ടത് എന്ന് സാധാരണക്കാർക്ക് അറിയാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗസാലി ഇമാമാണെന്നാണ് എന്റെ ഓർമ്മ. ഗസാലി ഇമാമ് പറഞ്ഞതായി കാണാം, ഈ പ്രപഞ്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസിവൽ ബാരി, അള്ളാഹു അല്ലാത്ത മുഴുവൻ. അപ്പൊ 7 ആകാശവും 7 ഭൂമിയും എല്ലാം കതുക് മണികളെ കൊണ്ട് നിറക്കുക. ഒന്നിങ്ങനെ സങ്കല്പിക്കുക, എല്ലാവരും മനസ്സിലൊന്നിങ്ങനെ സങ്കല്പിക്കുക. ഇത് ഈ പ്രപഞ്ചം ആകെ കതുക് മണികളെ കൊണ്ട് നിറക്കുകയാണ്. ആ കതുക് മണിയുടെ എണ്ണം എത്രയാണെന്ന് നമ്മുടെ മനസ്സിൽ ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരു 100 കതുക് വാങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു 1 കിലോ കതുക് വാങ്ങിയാൽ, ആ 1 കിലോ കതുക് മണിയിൽ എത്ര മണിയുണ്ട് എന്ന് എണ്ണിക്കണക്കാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ പറയാണ് ഒരു 100 കതുക് വാങ്ങിക്കൊന്നിട്ട്. ഇന്നിങ്ങനെ അബൂ റയ്യാൻ ആഖിറത്തിലെ കൊല്ലം താമസിക്കുന്നതിന്റെ രൂപം പറഞ്ഞു.
അതുകൊണ്ട് ഈ 50 ഗ്രാം കടുകില് എത്ര മണിയുണ്ട് എന്ന് ഒരു ഭാര്യയോട് ഒരു ഭർത്താവ് പറയുകയാണെങ്കിൽ, ചങ്കിൽ നിന്ന് വെള്ളം ഇറങ്ങാത്ത ഭാര്യയാണെങ്കിലും രണ്ടാമത്തെ ഒരു കല്യാണം കഴിക്കാൻ സമ്മതം തരാത്ത ഭാര്യ ചിലപ്പം ആ വിഷയത്തിന്റെ ഗൗരവം ആലോചിച്ചിട്ട് പറയുമെന്ത്, എന്താ പറയാ, അതിന് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടിക്കോളിന്നാ പറയാം. ഒരു ഭാര്യ പറയാത്തൊരു വാക്ക് ആ ഭാര്യ സന്ദർഭത്തിൽ പറയാൻ, ഈ 50 ഗ്രാം കടുകിൽ എത്ര മണിയുണ്ട് എന്നൊന്ന് എണ്ണി നോക്കാൻ തന്റെ ഭാര്യയെ ഒന്ന് ഏൽപ്പിച്ചാൽ ഒരു നിലക്കും അവരുടെ വായ കൊണ്ട് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണ് രണ്ടാമത് കല്യാണം കഴിക്കാൻ ഭർത്താവിന് സമ്മതം കൊടുക്കൽ. ആ വാക്കാണ് അവരിൽ നിന്ന് വരുന്നത്. കാരണം അതൊരു മനുഷ്യ സഹജമായി സാധ്യമല്ല എന്നൊരവസ്ഥ ഒരു 50 ഗ്രാം കടുക് മണി എണ്ണി കണക്കാക്കാൻ നമ്മളെ കൊണ്ട് പ്രയാസാണ്. എങ്കിൽ ഈ പ്രപഞ്ചം ആകെ കടുക് മണികളെ കൊണ്ട് നിറച്ചു. എന്നിട്ട് ഒരു അതിൽ നിന്ന് ഒരു കടുക് മണി എടുത്തു മാറ്റി, ഈ പ്രപഞ്ചത്തിൽ നിന്ന് എടുത്തു മാറ്റി. നിങ്ങൾക്ക് അവിടെ ഇഷ്കാല് വരരുത് ഉസ്താദെ, ഈ പ്രപഞ്ചം ആകെ കടുക് മണികളെ കൊണ്ട് നിറച്ചിരിക്കുന്നു, ഇനി എങ്ങോട്ടാണ് ഈ കടുക് മണിനെ എടുത്തു മാറ്റുക? ഇത് നമുക്കൊരു സാങ്കല്പികാണ്, വിഷയം മനസ്സിലാവാൻ. മണി എന്നിട്ട് 1000 കൊല്ലം അങ്ങനെ ഒരു കടുക് മണി ഈ പ്രപഞ്ചം ആകെ നിറക്കപ്പെട്ട കടുക് കൊണ്ട് നിറക്കപ്പെട്ട പ്രപഞ്ചത്തിൽ നിന്ന് ഒരു കടുക് മണി എടുത്തു മാറ്റി പിന്നീട് 1000 കൊല്ലം കഴിഞ്ഞിട്ട്, 1-2 കൊല്ലല്ല, 1000 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കടുക് മണി മാറ്റുന്നു. അങ്ങനെ എത്ര കാലം പിടിക്കും? കേൾക്കണില്ലേ? പൂവൊന്നും വരെ കാണാല്ലേ? അങ്ങനെ എത്ര കാലം പിടിക്കും ഈ പ്രപഞ്ചത്തിലെ കടുക് മണി എടുത്തു മാറ്റാൻ? അതിനേക്കാൾ അധികരിച്ച കാലം, അതിനേക്കാൾ അധികരിച്ച കാലം ആഖിറത്തിൽ താമസിക്കണം. ആഖിറത്തിൽ താമസിക്കണം. അതൊരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ അറ്റമില്ലാത്ത ഒരു കാലഘട്ടത്തിലുള്ള ജീവിതത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലുള്ള നശ്വരമായ ജീവിതത്തിൽ നിന്നുള്ള ഒരു അല്പസമയം തന്റെ ഭംഗി നിലനിൽക്കാൻ വേണ്ടിയാണ് പലവരും ഹറാമായ രൂപത്തിൽ ഈ താമസിക്കുന്നതും പലപ്പോഴും അവന്റെ നിസ്കാരങ്ങളും കുലികളൊന്നും സഹീഹാത്ത അവസ്ഥയിലേക്കുള്ള ഒരു ജീവിതം നയിക്കുന്നത്. ഇത്രയും വളരെ തുച്ഛമായ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛം. സാധാരണ മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ ഇഖാമത്ത് കൊടുക്കാൻ പിന്നെ അവിടെ സമയമില്ല അല്ലേ? നമുക്കറിയാം. അത്രയും സമയം ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഈ സമയത്തിനില്ല. അതിനു വേണ്ടിയാണ് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര്, KMIC-യിലുള്ളവരൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല പറയുന്നത്. അവര് മറ്റുള്ളവരെ ഇങ്ങനത്തേക്കും വൃത്തികേട് ചെയ്യുന്നവരെ കാണുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ ദുന്യവിയായ ജീവിതത്തിലെ ഓരോ സെക്കൻഡും, ഓരോ അനക്കവും, ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും, കേൾവിയും, ചിന്തയും, ധാരണയും ഒക്കെയും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വകുപ്പുകളിൽ പെടുത്തി അനുഗ്രഹിച്ചു തെരുമാറാവട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഇന്നലെ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അതായത് ശരീരത്തിൽ പച്ച കൊത്തുക. അത് സാധാരണ പഴയ കാലത്തെല്ലാം ഹൈന്ദവ സുഹൃത്തുക്കൾ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അവരുടെ ഒരു മതത്തിന്റെ ഭാഗമോ അതല്ല അവര് ആരാധിക്കപ്പെടുന്ന ദൈവത്തോടുള്ള സ്നേഹം കാരണമോ എന്നൊന്നും നമുക്കറിയില്ല. അവരുടെ കൈത്തണ്ടകളിൽ എന്തു ചെയ്യും? പല ദൈവങ്ങളുടെ രൂപങ്ങളും കൊത്തിവെക്കും. കൊത്തിവെക്കാനാൽ ഈ സൂചി പോലോത്തത് കൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് രക്തം പൊതിയിപ്പിച്ച് എന്നിട്ട് അതിലേക്കെന്തോ പച്ച നിറത്തിലുള്ള പ്രത്യേക ചായം വിതറുകയാണ്. അങ്ങനെ അത് ശരീരത്തിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരുകയാണ്. അങ്ങനത്തെ ഒരു പച്ച കൊത്തുന്നൊരവസ്ഥ. പക്ഷെ അന്ന് അവനിക്കൊരു ഇസ്ലാമികമായ ബോധമോ അല്ലാഹു തആല അവനിക്ക് ഹിദായത്തോ കൊടുത്തിരുന്നില്ല.
പിന്നീട് ഈ കാര്യങ്ങൾ ചെയ്തതിന്റെ ശേഷം അല്ലാഹു തആല അവനിക്ക് ഹിദായത്ത് നൽകുന്നു. അവൻ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അവന്റെ കയ്യും മേലാണെങ്കിലോ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ രൂപം, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും ഒരു ബിംബത്തിന്റെ രൂപം ഇങ്ങനെ കൈത്തണ്ടയിൽ പച്ചകൊത്തിയതായി കിടക്കുന്നു. ഇവരെ നിസ്കരിക്കുന്ന സമയത്ത് ഇത് കാരണം ഈ വെള്ളം ചേരാത്ത പ്രശ്നം വരുമോ? കാരണം ഗൾഫിൽ നിന്ന് ചില സുഹൃത്തുക്കൾ അവരുടെ റൂമിലൊക്കെ ചിലവരുടെ കയ്യും അങ്ങനെ കാണാനുണ്ട്. പിന്നെ അതൊരു പഴയ കാലത്ത് ചില ഹൈന്ദവ സുഹൃത്തുക്കൾ ചെയ്തിരുന്ന ഒരു സംഗതിയാണെങ്കിൽ ഇന്ന് പലവരും അത് ഫാഷനായി അവനവൻ ഇഷ്ടപ്പെടുന്നവരുടെ പേര് സ്വന്തം കൈത്തണ്ടയിൽ കൊത്തിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ്. ഇതിന്റെ വിധി അതാണ്. അതായത് ശരീരത്തിൽ പച്ച കൊത്തിപ്പിടിപ്പിച്ചുള്ള ഇങ്ങനത്തെ അടയാളങ്ങൾ പിടിപ്പിക്കല് അത് ഹറാമാകുന്നു. നേരെ മറിച്ച് അങ്ങനെ ഒരാൾ വിവരമില്ലാതെ ചെയ്തു, ആ കാര്യം അങ്ങനെ ചെയ്തു, പക്ഷേ പിന്നെ ഒരു നിലക്കും അത് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ മാർഗം ഇല്ല. ഇനി ശരീരത്തിൽ നിന്നത് ഒഴിവാക്കണമെങ്കിൽ വലിയ വിഷമം സഹിക്കണം, വലിയ മശക്കത്ത് സഹിച്ചാലേ ഇനി അത് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനത്തെ സന്ദർഭത്തിൽ അത് നീക്കേണ്ട ആവശ്യം ഇല്ല. അതോടൊപ്പം അവന്റെ കുലിക്ക് തകരാറില്ല, അവന്റേതായ വുളൂഇന് തകരാറില്ല, അവൻ നിസ്കരിക്കുന്നത് കൊണ്ട് തകരാറില്ല. അവൻ നിസ്കരിക്കുമ്പോൾ അവൻ ഇമാമായി നിൽക്കുമ്പോൾ അവന്റെ പിന്നിൽ തുടരുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. കാരണം ഇങ്ങനെ ചെയ്യൽ കൊണ്ട് ശരീരത്തിലേക്ക് വെള്ളം ചേരലിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ലാത്തതുകൊണ്ട് കുലിയെയോ ഒളൂഇനെയോ അത് ബാധിക്കുന്നില്ല. കുലിയും ഒളൂവും സഹീഹാണെങ്കിൽ നിസ്കാരം സഹീഹാണ്. പക്ഷെ ഈ ചെയ്ത പ്രവൃത്തി ചിലപ്പം എന്തായിത്തീരും? ഹറാമായിത്തീരും. അത് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണെങ്കിൽ. നേരെ മറിച്ച് മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ അതല്ലെങ്കിൽ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ അറിയാതെ ആരെങ്കിലൊക്കെയും ചെയ്തതാണെങ്കിൽ അവൻ അതിന് കുറ്റക്കാരനുമല്ല. അങ്ങനെ സംഭവിക്കാം. ഒരാളിങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്, അപ്പൊ അവന്റെ ഒരു സുഹൃത്ത് ചെന്ന് അവന്റെ ശരീരത്തിൽ ഇങ്ങനത്തെ ഒരു വേണ്ടാത്ത കാര്യം ചെയ്തു. അവൻ ഈ വിഷയം തന്നെ അറിഞ്ഞിട്ടില്ല, അവനിക്കത് തൃപ്തിയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അവൻ അതിന് കുറ്റക്കാരനും അല്ല എന്നൊക്കെയും ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഏതായിരുന്നാലും അത് അപൂർവമായി ചിലവരിൽ സംഭവിക്കുന്നതാണ്. ചിലപ്പം അങ്ങനത്തെ ചില ആരെങ്കിലൊക്കെ മറ്റു മതവിശ്വാസികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവൻ പിന്നെ നല്ലൊരു മനുഷ്യനായി അവനൊരു ഇമാമത്തൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ അവനൊരു ഖത്തീബായി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാം. പക്ഷെ അവന്റെ കൈത്തണ്ടയിൽ ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നതിന്റെ പേരിൽ അവന്റെ കുലി സഹീഹല്ല, അല്ലെങ്കിൽ അവന്റെ നിസ്കാരം സഹീഹല്ല, അല്ലെങ്കിൽ അവന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനൊരു വശം ഇതിനില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തി ഇനി നമുക്ക് ഇന്ന് ആ ഒരു വിഷയവുമായി, അപ്പൊ ശരീരത്തിൽ ഇങ്ങനെ വെച്ചുപിടിപ്പിക്കുക, പച്ചകൊറ്റ, അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് ഈ കഷണ്ടി തലയിൽ മുടി നട്ടുപിടിപ്പിക്കൽ. അവിടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ആരെങ്കിലും ചെയ്തവർ ഈ സമയത്ത് ഈ ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് സംബന്ധമായി കൂടുതൽ വിവരമുള്ളവർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ അതൊന്ന് മൈക്കെടുത്ത് ലാസ്റ്റ് വിശദീകരിച്ചാൽ നല്ലതാണ്. കാരണം ഞാനത് കാര്യം നേരിട്ട് കണ്ടിട്ടില്ല, എങ്കിലും നമ്മുടെ പണ്ഡിതന്മാരെല്ലാം അതിനെ സംബന്ധിച്ച് വിശാലമായ പഠനങ്ങൾ നടത്തിയ അടിസ്ഥാനത്തിലാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും അത് ഇന്ന് 2 രൂപത്തിലാണത് നടക്കുന്നത്. ഒന്ന്, നേരിട്ട് തലമുടി പച്ചപ്പോയ വ്യക്തികളുടെ തലയിൽ ചില കഷണ്ടി തലയിൽ എന്ത് ചെയ്യുന്നു, ചില സുഷിരങ്ങളുണ്ടാക്കി, അതായത് കുത്തുകളുണ്ടാക്കി മനുഷ്യന്റെ മുടി അതിൽ നട്ടുപിടിപ്പിക്കുക. യഥാർത്ഥ മനുഷ്യന്റെ മുടി, മറ്റു മനുഷ്യന്മാരുടെ മുടി ഇവന്റെ തലയിൽ പ്രത്യേകമായ രൂപത്തില് സൂചി പോലോത്തത് കൊണ്ട് പ്രത്യേക ദോരങ്ങളൊക്കെയും ഉണ്ടാക്കി, അതിനിപ്പോ സൂചി എന്ന് പറഞ്ഞാൽ ഭൗതികമായ അതിൻ്റെതായ വിഷയങ്ങളും കാര്യങ്ങളൊക്കെയും ഉപയോഗിച്ച് മനുഷ്യന്റെ മുടി, അതുപോലെ തന്നെ മനുഷ്യനല്ലാത്ത നജസായ രോമങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന രൂപമുണ്ട്. അതൊരു രൂപമാണ്.
അപ്പൊ യഥാർത്ഥ തലമുടി എന്നേന്. പിന്നെ അവനൊരു കഷന്തിക്കാരനായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല. ആ നിലക്ക് ഗതിക്ക് മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള മുടി എടുത്തു. നോക്കിക്കാണാനാണ് കണ്ണ്. കണ്ണില്ലാത്ത പലരും ലോകത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബുറിയാൻ ഉസ്താദിന്റെ മൈക്ക് പോയിട്ടുണ്ട്. ഉസ്താദ് DC ആയി പോയിട്ടുണ്ട്. ഇൻഷാല്ലാ ഉസ്താദ് TTS ഉസ്താദ് മൈക്കിൽ വന്നോളൂ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. അബുറിയാൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. അഹ്ലൻ വസഹ്ലൻ ശൈഖ്. തഫضلوا മൈക്ക് റിലീസ്. പ്രവചിച്ചിട്ട് പോയാനോ? ഹലോ, ഏത് ഭാഗത്തെത്തിയപ്പോഴാണ് പോയത് എന്നൊരു വിവരമില്ല. ഒന്ന് ആർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എവിടെ എത്തിയപ്പോഴാണ് പോയത്? സുബ്ഹാനല്ലാഹ്. ഇതിനൊരു പരിഹാരം നീ ഉണ്ടാക്കി തന്നെ റഹ്മാനെ. DC ആവുന്ന സംവിധാനത്തിൽ നിന്ന് ബൈലക്സ് സംവിധാനത്തെ അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണേ. ശുശ്രങ്കൽ ഉണ്ടാക്കി. ഓക്കെ. അപ്പോ ഇത് ഒരു കോലം നേരെ ഇവന്റെ മുടിങ്ങത്തി എടുത്ത് അതിന്റെ ഇടയിലൊരു മസല പറഞ്ഞു, മുടി വിൽപ്പന പാടില്ല. അപ്പൊ ബാർബർ ഷാപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളെ ഗൾഫ് മേഖലയിലൊക്കെ ബാർബർ ഷാപ്പ് നടത്തുന്ന ആൾക്കാരുണ്ടാവും. ഒസാമാരെന്നല്ലാത്തോലെ തന്നെ എന്തായി, ഒസാം വർഗത്തിൽ ജനിക്കാത്തവർ തന്നെ ഇന്ന് ലോകത്ത് ഗൾഫിലൊക്കെ നല്ല ബിസിനസ് എന്ന നിലക്ക് പലവരും ബാർബർ ഷാപ്പ് നടത്തുന്നവരുണ്ട്. 100% ഉണ്ട്. കാരണം ഇപ്പൊ മിഞ്ഞാന് കണ്ണൂർ ഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യം ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് എന്തല്ല ഒസാൻ വകുപ്പിൽപ്പെട്ട ആളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് ഗൾഫിൽ ബാർബർ ഷാപ്പ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ വിവാഹാലോചന വന്നിട്ടുണ്ട്. എന്താണ്, അയാളും യഥാർത്ഥത്തിൽ ഒരു ഒസാനല്ല. പിന്നെ എന്താ ഉള്ളത്, അയാള് ലാഭം ഇന്ന് ഗൾഫ് മേഖലയിൽ നല്ലൊരു ബിസിനസ്സാണ്, പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. കൂട്ടത്തിൽ അവര് മറ്റൊരു വിഷയം ഉണർത്തുകയാണ്. ഗൾഫിലൊക്കെ മുമ്പ് ഈ ബുദ്ധിയില്ലാത്ത ചില അറബികൾ എന്ത് ചെയ്യത്തരെ, ബ്ലേഡ് വാങ്ങിക്കൊടുക്കത്തരെ. എന്നിട്ട് എത്ര ആളുടെ മുടിയാണ് കളഞ്ഞത് എന്ന് ബ്ലേഡുമെന്ന് എണ്ണം പിടിക്കുക. അത്ര കാശ് എന്താക്കണം, അത്ര കാശ് ആ മുതലാളിക്ക് കൊടുക്കണം. അതിന്റെ കമ്മീഷൻ വ്യവസ്ഥയ്ക്ക്. അതിന് ചില വിദ്വാന്മാരെന്ത് ചെയ്യും, അറബി വാങ്ങിക്കൊടുത്ത ബ്ലേഡ് അവിടെ വെക്കും. ഇവർ സെപ്പറേറ്റ് ബ്ലേഡ് വാങ്ങിച്ച് വരുന്നവരുടെ ഷേവിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും. അറബി വന്നാ പറയത്ര വൈകുന്നേരം ഇന്ന് ആകെ 5 ആളെ വന്നിട്ടുള്ളൂ. ഇത് 10 ബ്ലേഡല്ലേ വാങ്ങിത്തന്നത്, 5 ബ്ലേഡ് വരെ ചെലവായിട്ടുള്ളൂ. നോക്കി, ഗൾഫ് മേഖലയിൽ നടക്കുന്ന ഒപ്പിക്കൽസാണ്. പക്ഷെ ഇന്ന് അറബികൾക്ക് ഏകദേശമൊക്കെ ഈ ഒപ്പിക്കൽസ് നേരം വെളുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ വഞ്ചനയാണ് കേട്ടോ, തന്റെ അറബികളെ വഞ്ചിക്കലാണ്. അത് നമ്മുടെ സാമ്പത്തിക ഇടപാടിലേക്ക് നീങ്ങുന്ന വിഷയമായതുകൊണ്ട് അത് ഇപ്പോൾ ഇങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, മുടി വിൽക്കാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ ബാർബർ ഷാപ്പ് നടത്തുന്ന ആളാണ്, ഇഷ്ടംപോലെ മുടി ഉണ്ടാവും. ആ മുടി ചിലപ്പം ഇങ്ങനത്തെ ആവശ്യക്കാർ ഈ മനുഷ്യന്റെ മുടി ഉപയോഗിച്ച് പലതും ഇന്ന് നടക്കുന്നുണ്ട്, പല സംഗതികളും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരാളത് കാശ് കൊടുത്തു വാങ്ങുക പാടില്ല. നേരെ മറിച്ച് ഒരാൾ കാശ് തരാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനും പാടില്ല, മുടി വിൽക്കാനും പാടില്ല, പൈസക്ക് പകരം വാങ്ങാനും പാടില്ല. എന്താവാ നമ്മുടെ ഒരു ബാർബർ ഷാപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഇഷ്ടംപോലെ മുടി അവിടെയുണ്ട്. ഏതോ ഒരു വിഭാഗം വന്ന് ഞങ്ങൾക്ക് ആ മുടി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു ഓൽക്കത് കൊടുത്തു. അവര് എന്തെങ്കിലും ഒരു സദക്ക, അതൊരു വിലയായിട്ടല്ല, ഒരു സദക്കയായിട്ട് അവരെന്തെങ്കിലും ഒരു ഹദിയായിട്ട് തന്നാൽ സ്വീകരിക്കാം. അങ്ങനെയാണ് അതിന്റെ ഒരു വിധി. ഇപ്പൊ നജസ് വിൽക്കാൻ പാടില്ല. ഉദാഹരണം പറയാ, ചാണകം.
ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ മൂരി പോത്തൊക്കെയും വളർത്തുന്നവരാണെങ്കിൽ ആ വീട്ടിൽ ചാണകമുണ്ടാവും. പക്ഷെ അതിന്റെ ചാണകം ഇതിനെ വളർത്തുന്നവർക്ക് ആവശ്യമില്ല. നേരെ മറിച്ച് മറ്റു കൃഷി നടത്തുന്ന എന്തെങ്കിലൊക്കെയും കൃഷികളൊക്കെയും ചെയ്യുന്നവർക്ക് ചാണകം ആവശ്യമുണ്ട്. ഈ മൃഗത്തെ വളർത്തുന്നവർക്ക് ചാണകം ആവശ്യമില്ല. എന്നാൽ ഇന്ന് പല ആൾക്കാർ പോലെ തന്നെ ചാണകം പോലത്തതൊക്കെയും ഒരു ചാക്കിന് ഇത്ര രൂപ, അതല്ലെങ്കിൽ ഒരു ബക്കറ്റിന് ഇത്ര ഭാഗം എന്നൊക്കെയും പറഞ്ഞിട്ടത് വിൽപ്പന കാണാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് ഹറാമായ പൈസയാണ്. നജസിനെ വിൽക്കാൻ പാടില്ല. നജസിനെ ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല. ഇതൊക്കെയും നമ്മൾ ഈ മുതി ചർച്ചയുമായി വരുന്നത്. നമ്മളെ ക്ലാസ്സിലെ റൂമും മുതി ചർച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തല്ല അത് ബറക്കത്തുള്ളതാണോ എന്ന ചർച്ചയ്ക്കല്ല കിടക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ രാത്രി ചർച്ച ചെയ്യാം. ഇപ്പൊ നമുക്ക് മസ്അലപരമായ ചർച്ചയിലേക്ക് കടക്കാം. ഏതായിരുന്നാലും പലരും പറയും നമ്മളെ ക്ലാസ് റൂമിൽ മുതി ചർച്ച ഒന്നുമില്ല, അതിനെപ്പറ്റി മുന്തുന്നില്ല. ഏതായാലും ഓരോതൊന്നും കേട്ടോട്ടെ. അല്ലാഹു തആല നല്ലത് കേൾക്കാനും നല്ലത് പറയാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഈ മുടി വാങ്ങുന്നത് ഇത് വളരെ ഈ സാന്ദർഭികമായി ഇതും ഉൾക്കൊള്ളിച്ച് മനസ്സിലാക്കണം. ഈ മുടി വെച്ച് സുഷിരങ്ങളുണ്ടാക്കി ഈ മുടി പിടിപ്പിക്കുന്നവർ കാശ് കൊടുത്തിട്ടാണ് ഈ തീമുത് വാങ്ങുന്നതെങ്കിൽ അതൊരു തെറ്റാണ്. പിന്നെ ആരാണോ ആ കാശ് കൈപ്പറ്റുന്നത് അവർക്ക് അതും ഹലാലല്ല. അപ്പൊ നജസ് വിൽക്കാൻ പാടില്ല, മനുഷ്യന്റെ രോമവും വിൽക്കാൻ പാടില്ല. പക്ഷെ നജസ് എന്നാപ്പങ്ങൾ ചോദിക്കും, ഉസ്താദ് എന്ത് ചെയ്യും? ഈ മൃഗത്തെ വളർത്തുന്നവർക്ക് ആ ചാണകം ആവശ്യമില്ല, അല്ലെങ്കിൽ ആടിനെ വളർത്തുന്നവർക്ക് അതിന്റെ കാഷ്ടം ആവശ്യമില്ല, കോഴിനെ വളർത്തുന്നവർക്ക് അതിന്റെ കാഷ്ടം ആവശ്യമില്ല. അത് ആവശ്യമുള്ളവർ മറ്റുള്ളവരാണ്. അപ്പൊ എന്ത് ചെയ്യാ? വെറുതെ കൊടുക്കാൻ ഇവൻ തയ്യാറല്ല. എന്താവാം? ഈ നജസ് അവർക്ക് വെറുതെ കൊടുക്കുക. അതിന്റെ പേരിൽ ഒരു സംഖ്യ, ഒരു വിലയല്ലാതെ ഏതായാലും ജിന്നെ എനിക്ക് ആവശ്യമുള്ള ഒരു സംഗതി തന്ന് എന്നെ സഹായിച്ചതിന് നിനക്ക് ആവശ്യമുള്ള ഒന്ന് തന്ന് നിന്നെ ഞാൻ സഹായിക്കുന്നു. ഇപ്പൊ എന്താണ്? ഇവൻ നജസ് കൊടുത്ത്, നജസ് അവന്റെ കൃഷിയിലേക്ക് ചാണകം, ആട്ടും കാഷ്ടം, കോഴിക്കാഷ്ടമൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അത് കൊടുത്ത് ഓനെ സഹായിച്ചു. ഇവനിക്ക് കുറച്ച് കാശാണ് ആവശ്യം. കാരണം ഈ മൃഗത്തെ നോക്കാനും അതിന് പുല്ലുത്ത് കൊടുക്കാനും അതിന്റെ തെഴുത്ത് വൃത്തിയാക്കാനൊക്കെ കാശിന് ആവശ്യമുണ്ട്. മറ്റോൻ എന്ത് ചെയ്തു? ഒരു 10-100 രൂപ അല്ലെങ്കിൽ 250 രൂപ കൊടുത്തെങ്ങാതി ഇവന് സഹായിച്ചു. എന്ത് പറ്റില്ല? 50 രൂപക്ക് പകരം ഞാൻ ഒരു ചാക്ക് ചാണകം അല്ലെങ്കിൽ ഒരു ചാക്ക് ആത്തും കാഷ്ടം അല്ലെങ്കിൽ കോഴിക്കാഷ്ടം നിനക്ക് ഞാൻ വിറ്റു എന്ന് പറഞ്ഞ് വിലക്ക് വിൽക്കാൻ പാടില്ല. അതന്നെയാണ് രക്തവും. ഇന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തെല്ലാം, വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ പരിസരത്തെല്ലാം രക്തവിൽപ്പന കാണാം. അതായത് രക്തം ആവശ്യമുള്ളവര് രക്തമുള്ളവരിൽ നിന്ന് കുപ്പിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞു വാങ്ങുക. വാങ്ങുന്നതും ശരിയല്ല, ആ വാങ്ങിയിട്ട് ആ വില ഉപയോഗിക്കുന്നതും ശരിയല്ല. എന്തു പറ്റും? എനിക്കൊരു കുപ്പി രക്തം ആവശ്യമുണ്ട്, എനിക്കൊരു കുപ്പി രക്തം ആവശ്യമുണ്ട് എന്റെ ശരീരത്തിനോ അല്ലെങ്കിൽ എനിക്ക് ബന്ധപ്പെട്ടവർക്ക്. അപ്പൊ എന്റെ സുഹൃത്തൊരു കുപ്പി രക്തം തന്നു, വലിയൊരു സഹായമാണ്. രക്തം കൊടുക്കാം. അതുപോലെ തന്നെ രക്തം ഒരു സ്വീകാര്യോഗ്യമായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആ ശരീരത്തിൽ നിന്ന് ഇത്ര കുപ്പി അല്ലെങ്കിൽ ഇത്ര ലിറ്റർ രക്തം എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം എടുത്ത് മറ്റൊരുത്തന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി രക്തദാനം ചെയ്യാം. പക്ഷെ അത് വിൽക്കാൻ പാടില്ല. കാരണം രക്തം നജസാണ്. കൂട്ടത്തിൽ അവിടെ മറ്റൊരു മസ്അലയിലേക്ക് സൂചിപ്പിക്കുകയാണ്. കുലി നിർബന്ധമായ വ്യക്തികളാണെങ്കിൽ, ഒരാൾക്ക് കുലി നിർബന്ധമായി ആ കുലിക്കുന്നതിനു മുമ്പ് രക്തം എടുക്കേണ്ടി വന്നാൽ അത് പാടില്ലാത്തതാകുന്നു, ഹറാമാണെന്നല്ല പറയുന്നത്. പെട്ടെന്ന് കുലിച്ച് ശുദ്ധിയായതിന്റെ ശേഷമേ രക്തം ശരീരത്തിൽ നിന്ന് എടുക്കാവൂ. മുടിയും നഖവും നീക്കുന്നത് പോലെ രക്തം പോലോത്തതും കുലി നിർബന്ധമായി കുലിക്കുന്നതിനു മുമ്പ് നീക്കാതിരിക്കൽ അത്യാവശ്യമാണെന്ന് സാന്ദർഭികമായി ഉണർത്തിനു മാത്രം. അപ്പോൾ ഒരാളൊരു കുപ്പി രക്തം തന്നു ഒരു രോഗിയുടെ ചികിത്സക്ക് വേണ്ടിയിട്ട്, ആവശ്യത്തിനു വേണ്ടി, ഓപ്പറേഷന്റെ ആവശ്യത്തിനു വേണ്ടി, എങ്കിൽ അതിന് വിലയായി ഇത്ര രൂപ, അത് പറ്റില്ല.
എന്ത് ചെയ്യാ, ഓൻ എനിക്കൊരു സഹായം ചെയ്തു തന്നു, അൽഹംദുലില്ലാ, ഇതിന്റെ വകയായിട്ട് അവർ ഇരിക്കട്ടെ. അത് അല്ല എനിക്ക് വാണ്ടാനൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കുപ്പി രക്തം പോന്നു, ആ ഒരു കുപ്പി രക്തം അവനിക്ക് തിരിച്ചു ലഭിക്കാൻ പറ്റാവുന്ന നല്ലൊരു ബദാം മിൽക്ക് ജ്യൂസ്, അല്ലെങ്കിൽ നല്ലൊരു ഈത്തപ്പഴത്തിന്റെ ജ്യൂസ്, അല്ലെങ്കിൽ നല്ലൊരു ആപ്പിളിന്റെ ജ്യൂസൊക്കെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിക്കൊടുത്തു. അത് കുഴപ്പമില്ല, അതൊരു ഹദിയയാണ്. അത് ഇങ്ങോട്ട് സഹായിച്ചതിന് തിരിച്ചു ഒരു സഹായം എന്ന നിലക്ക് ആവാം. മുന്തിരി ജ്യൂസ് അത്ര നല്ലതല്ല. നശന്തി തലയിൽ മുടി നത്തുപുരിപ്പിക്കുന്ന അങ്ങനത്തെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കൈവശത്തിൽ നിന്ന് മുടി കാശ് കൊടുത്തു വാങ്ങിയിട്ടാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം. ആ വിൽപ്പനയും അതിന്റെ പൈസയും എന്തല്ല, ഹലാലല്ല. കാരണം മുടി വിൽക്കാൻ പാടില്ല. അപ്പൊ ഏതായിരുന്നാലും ഇന്ന് കഷണ്ടിത്തലയിൽ ചെയ്യുന്ന ഒരു കോലം നേരെ മുടി പറിച്ചെടുത്ത് ഈ കഷണ്ടിത്തലയിൽ സുഷിരങ്ങളുണ്ടാക്കി അതിൽ ഈ മുടി നട്ടുപിടിപ്പിക്കുന്നു. അങ്ങനെ പിന്നെ ആ മനുഷ്യന്റെ യഥാർത്ഥ മുടിയെ പോലെ അത് വളരുകയും വെട്ടുന്നതിനനുസരിച്ച് അത് വീണ്ടും വളരുന്നു. പിന്നെ അവിടെ നല്ല സംഖ്യന് ചെലവാണ്. എത്രയാണ് അതിന്റെ ചെലവൊക്കെയും എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു ഭാഗമുണ്ട്. മറ്റൊരു ഭാഗം എന്താണ്, അതായത് തൊലിയോടുകൂടെ ഈ മുടിങ്ങട്ട് അടർത്തിയെടുക്കുക. മുടി മാത്രമല്ല, ആദ്യം പറഞ്ഞ പോലെ എങ്ങാണ്, മുടി മാത്രം പിഴുതെടുത്ത് കഷണ്ടിത്തലയിൽ സുഷിരങ്ങളുണ്ടാക്കി രോമങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതൊരു കോലം. ഇനി രണ്ടാമത്തൊരു കോലം എങ്ങനെയാവുന്നു, തൊലിയോടുകൂടെ മറ്റൊരുത്തന്റെ തലയിൽ നിന്ന് ഏതെങ്കിലൊക്കെ ആക്സിഡന്റിലൊക്കെ പെട്ട് മരിച്ച വ്യക്തികളുടെ തലകളിൽ നിന്നൊക്കെ ആവാം, ഈ വേരോടുകൂടെ തൊലിയോടുകൂടെ അങ്ങോട്ട് മുറിച്ചെടുത്ത് ആ തൊലി അടക്കം കഷണ്ടിക്കാരന്റെ തലയിൽ തുന്നിപ്പിടിപ്പിച്ച് അവരെന്ത് ചെയ്യുകയാണ്, രതിക്ക് അവരെ ഒരു ആക്കി തീർക്കുക. അങ്ങനൊരു കോലവുമുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു രൂപം എന്താകുന്നു, ക്ലിപ്പ് വൈക്ക്. അതായത് ഇവിടെ സുഷിരങ്ങളുണ്ടാക്കി രോമങ്ങളെ നട്ടുപിടിപ്പിക്കലും ഇല്ല, തൊലിയോടക്കം തലയിൽ തുന്നിപ്പിടിപ്പിക്കാത്ത രൂപത്തിൽ എന്താക്കുക, എന്തോ ഒരു സൈസ് ക്ലിപ്പ് രൂപത്തിൽ തലയിൽ ഒത്തിപ്പിടിപ്പിക്കുക. അത് ആവശ്യം എന്തെങ്കിലും എടുക്കാം, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വെക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥ. ഉദാഹരണം ഇത് സെറ്റ് പല്ല് പോലെ. ഈ സെറ്റ് പല്ല് അങ്ങനെയാണല്ലോ, ചില സെറ്റ് പല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ കിട്ടാത്ത സെറ്റ് പല്ലുണ്ട്, അതിന് ചാർജ് കൂടും. ചിലതുണ്ട് ആവശ്യത്തിന് വെക്കാം, ആവശ്യം കഴിഞ്ഞാൽ എടുക്കാം. അങ്ങനത്തെ സെറ്റ് പല്ലുകളുമുണ്ട്. അങ്ങനത്തെ പല്ലുകൾക്ക് വില കുറവാണ്, പക്ഷെ അതിന്റെ ഒരു വ്യത്യാസവും കാണും. ചിലപ്പം ജനങ്ങളുടെ ഇടയിൽ വഷളത്തരാകും. എങ്ങനെ, ചിലപ്പം ഇവൻ എടുക്കാൻ പറ്റാവുന്ന ഊരാൻ കിട്ടുന്ന രൂപത്തിലുള്ള സെറ്റ് പല്ലുകളാണെങ്കിൽ ചിലപ്പം ഒരു കല്യാണ സദസ്സിലോ അല്ലെങ്കിൽ സൽക്കാര സദസ്സിലോ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോ അറിയാതെ ബലമുള്ള എല്ല് കടിച്ചാൽ പല്ല് പുറത്തേക്ക് തെറിക്കുന്നത് കാണാം. അപ്പോഴായിരിക്കും ഇവന്റെ വായയിലുള്ളത് സെറ്റ് പല്ലാണെന്ന് ജനങ്ങൾ അറിയാം. അപ്പൊ എന്താവുക, അതൊരു വഷളത്തരാണ്. നേരെ മറിച്ച് ഒരിക്കലും പതിച്ചാൽ കിട്ടാത്ത സെറ്റ് പല്ലുണ്ട്. എന്തും വേണമെങ്കിൽ സാധാരണ പല്ലുകൊണ്ട് ഉപയോഗിക്കുന്നത് പോലെ ഏത് ബലമുള്ളതും ഏത് ഉറപ്പുള്ളതും കടിക്കാൻ പറ്റിയ ഐറ്റംസ്. പക്ഷെ അതിന് വില അധികമാണ്. ആ പല്ലിന്റെ അതേ നിറത്തിൽ പല്ലെന്നെ അവന് ഒരു രണ്ടാമത് പല്ല് വെച്ചതാണെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള സെറ്റുപല്ല് ഇതേ രൂപത്തിൽ തലമുടിയിലും സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ രൂപം ഒരു പ്രത്യേകമായ മനുഷ്യന്റെ മുടിക്കു സമാനമായി നിർമ്മിക്കുന്ന പ്രത്യേകമായ നാരുകൾ പതിച്ച് ക്ലിപ്പുകൾ ഘടിപ്പിച്ച് എന്ത് ചെയ്യുക, പെട്ടെന്നൊരാൾ നോക്കിയാൽ ഇവൻ കഷണ്ടിക്കാരനാണെന്ന് തോന്നാത്തൊരു സംവിധാനം. ഇങ്ങനെ 3 കോലത്തിലാണ് ഈ കഷണ്ടി തലക്ക് തൽക്കാലം പരിഹാരം കാണുന്നത്. അത് നമ്മൾ പല്ലിന്റെ ചികിത്സയാണ്. ഇപ്പോൾ റൂട്ട് കനാൽ തറാപ്പി ചെയ്ത് സെറാമിക്സ് പല്ലുകൾ ആണ് വെക്കുന്നത്. അത് ദന്തരോഗ വിഭാഗമാണ്, നമ്മുടെ വിഷയം അതല്ലത്. ഞങ്ങളിങ്ങനെ അതൊക്കെയാണ് മുണ്ടാതിരിക്കാൻ എന്താ വെച്ചാല് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്.
ഞാൻ അങ്ങനെ ഒച്ചമ്പുലിയും കൂട്ടിയിട്ട് നിങ്ങളിങ്ങനെ അതൊക്കെ ഒരു പൂവ് നിങ്ങൾ എത്ര അയച്ചോല്. ഈ ബൈലക്സില് പൂവ് നമ്മളെ സാധാരണ കൊന്നപ്പൂവിന്റെ മാതിരിയല്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കൊന്നപ്പൂവ് പറിച്ചാൽ കഴിയും എതമെന്ന്. ബൈലക്സിലെ പൂവ് അങ്ങനല്ല. നിങ്ങൾ എത്ര അയച്ചാലും കിയാമത്തോല് വരെ നിങ്ങൾ പൂവ് അയച്ചാലും ആ പൂവ് കഴിയൂല. പിന്നെ എന്തിനാ നിങ്ങൾ ഈ മടി കാണിക്കുന്നത്? അപ്പോഴല്ലേ നമുക്ക് നിങ്ങളിത് കേൾക്കണം എന്തിനൊക്കെ ഇങ്ങനെ മനസ്സിലാവൂല. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല. പൂവ് അയച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുകയുമല്ല. അതും നിങ്ങളെ വിചാരിക്കുക. പൂവ് കയ്യും എന്ന വേജാതിൽ ആരും പൂവ് അയക്കാതിരിക്കേണ്ടാണ്. ബൈലക്സുമായി പരിചയമില്ലാത്തവരെയും സാന്ദർഭികമായി പൂവ് ഇങ്ങനെ വരിക. ഇതിനെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാൽ അതൊരു ഉപകാരമാണ്. ചിലപ്പോൾ ഇത് ചിലോല് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ചിലോല് നമുക്ക് ആർക്കെങ്കിലൊക്കെ ഒന്ന് കേൾപ്പിക്കാം. എന്റെ ഒരു സുഹൃത്തിന് ഇത് കേൾപ്പിക്കണം. എന്റെ സുഹൃത്ത് ഈ പണി ചെയ്യുന്ന ആളാണ്. മതിയോന് അല്ലെ അതൊക്കെ ഓരോരുത്തർ അയച്ചാൽ മതി. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ വർത്താനങ്ങൾ വരുമ്പോ അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ, ഇപ്പൊ ക്ലാസ് റൂമിലുള്ളവർ കേൾക്കുമ്പോ അത് ഈസി ആയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് റെക്കോർഡ് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് കേൾപ്പിക്കുമ്പോ എന്താ ഇയാൾ ഇതിന്റെ ഇടയിൽ ഈ പൂവയക്കുന്ന വർത്താനം പറഞ്ഞത് എന്തൊക്കെ തോന്നിപ്പോവും. ഈ ബൈലക്സുമായി ബന്ധമില്ലാത്തവർക്ക് അങ്ങനെ ഒരു ഇഷ്കാലുകൾ വരും. ഞങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാൻ പറയാണ്. ഇപ്പൊ എന്റെ ഭാര്യ ഒരിക്കൽ ചോദിച്ചു, അതായത് ഇപ്പം ക്ലാസ് റൂമിൽ ചിലപ്പം ആരെങ്കിലും അബൂറയ്യ മൈക്കേക്ക് വന്നെങ്കിൽ തെറ്റില്ല, അബൂറയ്യാന്റെ ഐഡിയ കാണാണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പൊ എന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങളെ ഈ ഐഡിയക്ക് എങ്ങനെയാണ് പോല് കാണുന്നത്? അപ്പൊ മൂപ്പത്തിയേറെ പൂജ എന്താ, നമ്മൾ ഈ വീട്ടിൽ കാത്തുന്ന പല ഇങ്ങനെ ജീവിതമാർഗം മുന്നോട്ട് പോവാല പല ഐഡിയകളുണ്ട്. ഈ ഐഡിയ കാണാണ്ടെന്നാണ് ഇപ്പൊ ബൈലക്സ് പറയുന്നതെന്നാണ് മൂപ്പത്തിയേറെ വിചാരം. അബൂറയ്യാന്റെ ഐഡിയ കാണാണ്ട് ക്ലാസ് റൂമിലുണ്ട്. അപ്പൊ മൂപ്പത്തിയെ ഞാൻ പൊന്നാരന്മാരെ അതല്ല, അത് ഐഡിയ, ഇത് ഐഡി, ഇത് തമ്മിലൊരു പാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ബൈലക്സ് സംവിധാനം അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കിതൊരു റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോ ബുദ്ധിമുട്ടാവും. ഞാൻ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ ഭാഗം അതിന്റെ ഏതെങ്കിലും അത് ഒഴിവാക്കിയിട്ട് റെക്കോർഡ് ചെയ്യുക. ഏതായാലും അല്ലാഹു തആല നല്ല നിലയിൽ കേൾക്കാനുള്ള തൗഫീഖ്. അപ്പൊ 3 വശം ഞാൻ പറഞ്ഞു. അതായത് ഒന്ന്, തൊലിയോടക്കം കഷണ്ടി തലയിൽ തുന്നിച്ചേർത്ത് പിടിപ്പിക്കുക. ഒരു കോലം. രണ്ടാമത്തത് തൊലിയില്ല, ആ രോമങ്ങളും മുടി മാത്രം എടുത്ത് കഷണ്ടി തലയിൽ സുഷിരങ്ങളുണ്ടാക്കി മുടി നത്ത് പിടിപ്പിക്കുക. ഇത് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തത് ഇവന്റെ തലമൊന്നും ചെയ്യുന്നില്ല, പിന്നെന്താണ്, ഒരു പ്രത്യേകമായ മുടി രൂപത്തിലുള്ള നാരുകൾ ഉപയോഗിച്ച് ക്ലിപ്പുകൾ വയ്ക്ക് അത് ഈ കഷണ്ടി തലയിൽ പതിപ്പിക്കുകയാണ്. ഇതിന്റെ വിധി ആദ്യം പറയാം. ഇത് ഏത് കോലമാണെങ്കിലും നജസായ മുടിയോ മനുഷ്യന്റെ മുടിയോ ഉപയോഗിച്ച് ഇതൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? പിന്നെ ഇത് ഏതുകൊണ്ടാണ് ഇനി കുളിയും ഒളൂവും സഹിയാവാതിരിക്കുക? അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ആദ്യം ഇത് ചെയ്യുന്നതിന്റെ 3 കോലം. ഇനി 4ാമത്തെ കോലം ഇതിലുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ അത് സംബന്ധമായി പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ തെറ്റില്ല. ഇത് സംബന്ധമായി പഠനം നടത്തിയവർ, ഇതൊക്കെ ചെയ്യുന്നവരോടുള്ള അന്വേഷണ പ്രകാരമാണ് ഇപ്പോൾ ഞാൻ ഈ വിഷയം പറയുന്നത്. ഇങ്ങനെ 3 കോലം. അതിൽ ഈ 3 കോലത്തിലായാലും നജസായ മുടി, അതല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലുള്ള മുടി, അത് ഉപയോഗിച്ച് സുഷിരങ്ങളുണ്ടാക്കി മനുഷ്യന്റെയോ നജസായ മുടിയോ നട്ടുപിടിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തൊലി അടക്കം കഷണ്ടി തലയിൽ തുന്നിച്ചേർത്തും കൊണ്ടുള്ളതും പാടില്ല. ക്ലിപ്പ് വെച്ച് ഇത് ശരീരത്തിൽ തലയിൽ പതിപ്പിക്കുക, ക്ലിപ്പ് വെച്ച്. അത് ആവശ്യമുണ്ടെങ്കിൽ ആ ക്ലിപ്പ് ഊരിയിട്ട് ഇത് ഈ തലയോട്ടി എടുക്കും പോലെ എടുക്കുന്നൊരു രൂപം, അതും മനുഷ്യ മുടി കൊണ്ടോ അതല്ലെങ്കിൽ നജസായ മുടി ഉപയോഗിച്ചോ ചെയ്യാൻ പാടില്ല. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ കുലിയെ ബാധിക്കുന്ന വിഷയം പറയാം. ഏത്? വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഈ ക്ലിപ്പുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഈ കഷണ്ടി തലയിൽ പതിപ്പിക്കുക. അവന്റെ തലയിൽ ഓൻ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നില്ല, തൊലി തുന്നി ചേർക്കുന്നില്ല. ക്ലിപ്പ് വൈക്ക് എന്തോ ഒരു പ്രത്യേക മൂടിയാക്കി അവരദ്ദാണ്. അവരുടെ തല പെട്ടെന്നാണ് കൊഴിഞ്ഞു പോകുന്നില്ല. നേരെ മറിച്ച് ആവശ്യം കഴിഞ്ഞാൽ അത് മെല്ലെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റും, ആവശ്യമില്ലാത്തുമ്പോൾ എടുത്ത് മാറ്റാനും പറ്റും. നമ്മളെ സെറ്റുപല്ലിന്റെ കൂട്ടം പറഞ്ഞ മാതിരി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്,
ഇത് എടുത്തു മാറ്റാതെ കുലി നിർബന്ധമായി കഴിഞ്ഞാൽ, നല്ലോണം ശ്രദ്ധിക്കണേ, കുലി നിർബന്ധമായി കഴിഞ്ഞാൽ ഇത് മാറ്റിയില്ലെങ്കിൽ തലയിലേക്ക് വെള്ളം ചേരില്ല, തലയിലേക്ക് വെള്ളം ചേരില്ല. അപ്പൊ നിർബന്ധമായ കുലിയുടെ സമയത്ത് ഈ ക്ലിപ്പുകൾ ഊരി ഈ തലയിലുള്ള ഈ പ്രത്യേകമായ ആ ഭാഗം എടുത്തു മാറ്റിയേ പറ്റൂ. എപ്പോഴേ കുലി നിർബന്ധാവും, കുലി സഹിയാവുള്ളൂ. കാരണം ഇത് തലയിൽ വെച്ച് അവൻ തലയിലേക്ക് വെള്ളം ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ നനയേണ്ടത് അവന്റെ തലയുടെ തൊലിയാണ്. എന്തല്ല, ഇതിന്റെ മുകളിൽ തലയിൽ വെച്ച ഈ മുടിക്ക് സമാനമായ നാരുകളോ ആ നാരുകൾ പതിപ്പിച്ച ഭാഗമോ അല്ല കുലിയിൽ നനയേണ്ടത്. ഇവന്റെ യഥാർത്ഥ തലയുടെ തൊലിയാണ് കുലിയുടെ സമയത്ത് നനയേണ്ടത്. അപ്പൊ നിർബന്ധമായ കുലിയുടെ സമയത്ത് ഇത് എടുത്തു മാറ്റണം. ഇനി ഒളൂഇന്റെ അവധി, കാരണം നമ്മുടെ ശാഫിഈ മദ്ഹബ് പ്രകാരം തലയിൽ നിന്ന് അല്പം തടഞ്ഞാൽ മതി. മസ്അല പോലെയായിട്ട് മനസ്സിലാക്കട്ടോ. തലയിൽ നിന്ന് അല്പം തടഞ്ഞാൽ തന്നെ ഒന്ന് സഹിയാവും. ഇപ്പൊ ഉദാഹരണം പറയാ, നമ്മുടെ ചെവിയുടെ ബാക്കിൽ കാണാം ഒരു വെള്ള നിറം, ഒരു വെള്ള നിറം. എന്നാ അവിടെ മുടിയില്ല. നമ്മുടെ തലമുടിയുടെയും ചെവിയുടെ ബാക്കിലുമായി അല്പഭാഗം മുടിയില്ലാതെ വെള്ള നിറമായി ശരീരത്തിന്റെ നിറമായി കിടക്കുന്നത് കാണാം. ശാഫിഈ മദ്ഹബ് പ്രകാരം അത് തലയിൽ പെട്ടതാണ്. മുടിയുടെ ബാക്കിൽ മുടി മുളക്കാത്ത ആ തൊലി ഭാഗം എന്താകുന്നു, തലയിൽ പെട്ടതാണ്. അപ്പൊ ഒരാൾ ഒളുണ്ടാക്കുന്ന സമയത്ത് മുടിമ ഒന്നും തടയാതെ ഒരു വിരലിൽ വെള്ളം മുക്കി ഈ ചെവി ഒന്ന് വളച്ചു പുരിച്ച്, ആ ചെവിയുടെ ബാക്ക് എന്ന് പറഞ്ഞതല്ല, ശ്രദ്ധിക്കണേ, അവിടെ മസ്അല മാറിയിട്ടിഞ്ഞ് ഒന്ന് ബാത്തിലാക്കരുത്. ചെവിയുടെ നേരെ ബാക്കല്ല, ചെവി അല്ലാത്ത ആ ചെവിയുടെ ബാക്കിൽ നിന്ന് മുടി മുളക്കാത്ത ഒരു മണ്ടയായി കിടക്കുന്ന സ്ഥലമില്ലേ, അതാണ് തലയിൽപ്പെട്ട ഭാഗം. അപ്പൊ അവരോനെന്ത് ചെയ്തു, ഒരു ചൂണ്ടാനി വിരലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിരലിന്റെ തലപ്പ് വെള്ളം നനച്ചിട്ട് അവരൊന്ന് തോണ്ടിക്കൊടുത്തു. മനസ്സിലായിട്ടുണ്ടാവും, സ്ഥലം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അവന്റെ ഒളു സഹിയാവും. അപ്പൊ ഒരാളെന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ മൂന്നാമത്തെ രൂപത്തില് തൊലി അടക്കം തുന്നിപ്പിടിപ്പിക്കാതെ സുഷിരങ്ങളുണ്ടാക്കി മുടി നട്ടുപിടിപ്പിക്കാത്ത ഈ ക്ലിപ്പുകൾ പതിച്ച് അവന്റെ കഷണ്ടിക്ക് തൽക്കാലം പരിഹാരം കണ്ടതാണ്. അപ്പൊ അവിടെ ഒരു എന്തായാണ്, ഈ ചെവിയുടെ ബാക്ക് സാധാരണ മുടി മുളക്കാത്ത ഈ ഭാഗം അവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ക്ലിപ്പ് വെച്ച് ഈ സാധനം വെച്ചിട്ടുള്ളത്. അപ്പൊ അവൻ ഒന്നുണ്ടാക്കുന്ന സമയത്ത് അത് എടുത്തു മാറ്റാതെ ആ തലയുടെ അതിർത്തിയിൽപ്പെട്ട ആ ഭാഗം മാത്രം തടഞ്ഞാൽ അവന്റെ ഒളു സഹിയായി. പക്ഷെ കുളിക്കുന്ന സമയത്ത് തലയിൽ നിന്ന് നനയേണ്ട ഭാഗം ഈ ക്ലിപ്പുകൾ വെച്ചു പതിച്ച ഭാഗം നനയാതെ പോകുകയാണ്. അപ്പൊ നിർബന്ധമായ കുളിയിൽ നിർബന്ധമായിട്ടും അത് മാറ്റേണ്ടതാകുന്നു. അതൊരിക്കലും വെക്കാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറഞ്ഞ ആദ്യത്തെ രണ്ടു കോലം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഏത്? ഇവൻ സുഷിരങ്ങളുണ്ടാക്കി മുടി നട്ടുപിടിപ്പിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ അങ്ങനെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താകും, ആ മുടിക്ക് രതിക്ക് വളർച്ച കിട്ടും, ആ മുടി വലുതാവുന്നു. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെട്ടിക്കൊടുത്താൽ വീണ്ടും ആ മുടി വളരുകയാണ്. പക്ഷേ ഇതുകൊണ്ട് ഇങ്ങനെ ഒരാൾ ചെയ്താൽ, അല്ലെങ്കിൽ തൊലി അടക്കം എന്തു ചെയ്തു, ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് തൊലി അടക്കം ഇങ്ങോട്ട് പറിച്ചെടുത്ത് ആ തൊലി ഇവന്റെ കഷണ്ടി തലയിൽ തുന്നിപ്പിടിപ്പിച്ചു. ഏതുപോലെ ഇപ്പൊ സാധാരണഗതിയിൽ ചില സർജറികൾ നടക്കുന്നുണ്ട്. ആക്സിഡന്റില് മുഖത്ത് നിന്ന് എന്താക്കി ഒരു കഷ്ണം പോയി, അപ്പൊ അതിനു പകരം ചന്തിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് മുഖത്ത് സർജറി നടത്തുന്നു. അത് പറ്റുമോ പറ്റില്ല എന്ന് ചർച്ചയ്ക്ക് വിധേയമാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനികൾ ശ്രദ്ധിക്കണം. ആധുനിക സംവിധാനത്തില് ഇന്ന് പല അപകടങ്ങളിലും അല്ലാഹു തആല എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ പലപ്പോഴും ഇത് ആവശ്യമായി വരുന്നുണ്ട്. ബൈക്കിൽ നിന്ന് വീണു, അല്ലെങ്കിൽ ആക്സിഡന്റിൽ സംഭവിച്ചു, അല്ലെങ്കിൽ മുകൾ ഭാഗത്തിൽ നിന്ന് വീണു, അവന്റെ ശരീരത്തിന്റെ മുഖത്തിന്റെ ഭാഗത്തിൽ നിന്ന് അല്പം മാംസം പോയി. അപ്പൊ അതിനു പകരം ഡോക്ടർമാർ എന്തു ചെയ്യുന്നു, അവന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാംസമുള്ള ഭാഗം, തുട,
ചന്തിയുടെ ഭാഗത്തിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയെടുത്ത് അത് മുഖത്തിന്റെ ഭാഗത്ത് തുന്നിപ്പിടിപ്പിച്ച് കുറച്ച് കാലങ്ങളെ കൊണ്ട് അവന്റെ മുഖത്തിലെ കോരുന്നത് തീർക്കുന്ന പ്ലാസ്റ്റിക് സർജറി ഇന്ന് വല്ലാതെ എല്ലാ ഹോസ്പിറ്റലുകളിലും വളരെ നടക്കുന്നുണ്ട്. വലിയ പെരിന്തൽമണ്ണ അൽഷിഫ മൗലാന പോലത്തെ ഹോസ്പിറ്റലുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അതിന്റെ പരസ്യങ്ങളൊക്കെയും എഴുതി വെച്ചതും അപകടം പറ്റിയ മുഖം, പിന്നെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് മറ്റൊരു ഭാഗം എടുത്ത് ആ മുഖത്ത് സർജറി നടത്തി അത് ശരി പിന്നെ കുഴപ്പമില്ലാത്ത രൂപങ്ങളൊക്കെയും കാണിക്കുന്ന ഫോട്ടോ. പക്ഷേ അല്ലാഹുത്താല അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരാൾക്കൊരു അപകടം മുഖത്ത് സംഭവിച്ചു, മുഖത്തിലുള്ള മാംസം നഷ്ടപ്പെട്ടു, പകരം ശരീരത്തിന്റെ മറ്റൊരു ഭാഗം മുറിച്ചെടുത്ത് സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് ഈ ഒരു പ്രശ്നപരിഹാരം കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റൊരു മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നും മുറിച്ചെടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമോ? ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വളരെ സവിസ്തരം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതും നമുക്ക് സാന്ദർഭികമായി നമുക്കൊന്നെന്ത് ചെയ്യാം എന്നല്ലേ ഇൻഷാ അല്ലാഹ് പറയാം. ഷുഐബ് പറയാം, അത് നമ്മുടെ ഈ ചർച്ചയിൽ കടന്നു വരേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ തൊലി അടക്കം പറിച്ചെടുത്ത് കഷന്തിക്കാരന്റെ തലയിൽ തുന്നിപ്പിടിപ്പിച്ചു, അല്ലെങ്കിൽ മുടി പറിച്ചെടുത്ത് സുഷിരങ്ങളുണ്ടാക്കി നട്ടുപിടിപ്പിച്ചു. ഇത് മനുഷ്യ മുടി കൊണ്ടോ അതല്ലെങ്കിൽ നജസായ മുടി കൊണ്ടോ ആണെങ്കിൽ നിഷിദ്ധമാണ്. അത് ചെയ്യൽ വളരെ തെറ്റാണ്, പാടില്ല. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്താൽ അവന്റെ കുലി സഹിയാവാതിരിക്കൂല. കാരണം അത് ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറി. അതങ്ങനെ ഒരു മുടി സുഷിരങ്ങൾ ഉണ്ടാക്കി നട്ടുപൊരിപ്പിച്ചാൽ ഇനി അവിടെ ഒരു രോമക്കുത്ത് മറ്റൊരുത്തന്റെ മുടി അവിടെ വന്നു, ആ രോമക്കുത്തിലേക്ക് വെള്ളം ചേർന്നില്ല എന്നൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അത് അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ചെയ്ത പ്രവൃത്തി ഹറാമാണെങ്കിലും അത് ആ നിലക്ക് കുലിക്കുന്നത് കൊണ്ടോ ഒളൂ ചെയ്യുന്നത് കൊണ്ടോ ഒളൂഇനെയോ കുലിയെയോ അത് ബാധിക്കുകയില്ല എന്നാണ് അതിന്റെ വിഷയം. ഏതായാലും മനുഷ്യമുടിയോ അതല്ലെങ്കിൽ നജസായ മുടിയോ ചെയ്തുകൊണ്ട് ഇത് മുടി ചേർക്കുക അത് വലിയ തെറ്റാണ്, അത് ഹറാമാണ്. പക്ഷേ അതെന്താണ് കാരണം? അത് നജസാണെങ്കിൽ നജസായ വസ്തുക്കൾ ശരീരത്തിൽ തുന്നിപ്പിടിപ്പിക്കുന്നു, ആ നിലക്കത് തെറ്റാണ്. മറ്റൊരു മനുഷ്യന്റെ മുടി ഉപയോഗിച്ചാണ് ഇങ്ങനെ ഈ വിഷയം ചെയ്തത്. മനുഷ്യ ശരീരത്തിന്റെ രോമങ്ങൾക്ക് ആദരവുണ്ട്. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ രോമങ്ങൾ എടുത്ത് ഈ സംഗതി ചെയ്യാൻ പാടുള്ളതല്ല. അത് മറ്റൊരു മനുഷ്യന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഇവൻ ചെയ്തത്. ഏതായിരുന്നാലും അത് ചെയ്യൽ നജസായ മുടി ഉപയോഗിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ മുടി ഉപയോഗിച്ച് അത് ചെയ്യൽ ഹറാമാണ്. പക്ഷേ അതോടൊപ്പം എന്തില്ല, നിസ്കാരത്തെയോ കുലിയെയോ അത് ബാധിക്കുന്നതല്ല. കാരണം വെള്ളം ചേരാത്തൊരു പ്രശ്നം അവിടെ വരുന്നില്ല. ഇത് ഇവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാണ് ഈ ഒരു ചുരുങ്ങിയ നിലക്ക്. കാരണം ഇതിന്റെ വല്ലാത്തൊരു വിശദീകരണത്തിലേക്ക് കടക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഈ ഒരു മൂന്നാലൊരു കോലമാണ് ആ വിഷയം നടക്കുന്നത്. ഇനി ഇത് മൂന്നുമല്ലാത്ത രൂപത്തിൽ കഷണ്ടി തലയിൽ പരിഹാരം കാണുന്ന രൂപം ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഒരാളുടെ തലയോട് പച്ചപ്പുഴക്കെടുത്ത് വേറെ യഥാർത്ഥ മുടിയുള്ള ഒരു തലയോട് വെച്ച് പിടിപ്പിക്കുക, അങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊന്നും ഇന്ന് അറിയപ്പെട്ടിട്ടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ സാന്ദർഭികമായി ഒരു വിഷയം കൂടി ഞാൻ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായി വരും. അല്ലാഹു തആല അപകടങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. പക്ഷെ നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ ഇന്ന് അപകടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കൈ മുറിച്ചലും കാല് മുറിക്കലും ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും തകരാറ് പറ്റലും ചിലപ്പോൾ ശരീരത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് മുഖം പോലത്തെ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനത്തെക്കും കോളുന്നതുകൾ വരുമ്പോൾ ഇന്ന് വളരെയധികം സംവിധാനങ്ങൾ ഇതെല്ലാം തീർക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്, താടിയെല്ലക്കും പറ്റ പൊത്തിച്ചതഞ്ഞ് പറ്റപ്പോയ ഒരു മുഖമാണെങ്കിലും കാശുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ
അവന്റെ പഴയ മുഖത്തിന്റെ ഒരു അവസ്ഥയിലേക്ക്, ഒരു 95% അവന്റെ പഴയ മുഖം ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലേക്ക് ആക്കാൻ പറ്റിയ സംവിധാനത്തിലാണ് ഇന്ന് നമ്മുടെ ആധുനിക സംവിധാനമുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്വശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഭാഗം മുറിച്ചെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് ചേർക്കുക. അതല്ലെങ്കിൽ ഒരു നജസായ മൃഗത്തിന്റെ അവയെന്താണ് എല്ലെടുത്ത് മനുഷ്യ ശരീരത്തിൽ തുന്നിപ്പിടിപ്പിക്കേണ്ട സാഹചര്യം വരിക. അതല്ലെങ്കിൽ തിന്നപ്പെടുന്ന ജീവികളുടേതായ ശരീരത്തിന്റെ ഭാഗങ്ങളിലെടുത്ത് മനുഷ്യ ശരീരത്തിലേക്ക് വെച്ചുപിടിപ്പിക്കുന്ന സന്ദർഭങ്ങൾ. അതുപോലെ തന്നെ മരിച്ച മയ്യത്തിൽ നിന്ന് ചില ഭാഗങ്ങളെടുത്ത് വസ്തുക്കളെടുത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുക, വെച്ചുപിടിപ്പിക്കുക. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവനിൽ നിന്ന് എടുത്ത് ജീവിച്ചിരിക്കുന്ന മറ്റൊരാളിലേക്ക് മാറ്റം ചെയ്യുക പോലത്തെ പല സംവിധാനങ്ങളും ഇന്ന് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, പിന്നെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്ന മറ്റു ചില മസാലകളുണ്ട്. പക്ഷെ ഇന്ന് അതൊന്നും വല്ലാതെ കാണുന്നില്ല. അതായത് ഒരു പുരുഷന്റെ കയ്യിന്റെ മുത്ത് പച്ചങ്ങട്ട് മുറിഞ്ഞു, ആ മുത്ത് എന്ത് ചെയ്തു, ആകെ നസുകുസുമായി, ഇനി അതൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായി. അതിനു പകരം മറ്റൊരു സ്ത്രീയുടെ കയ്യ് പുരുഷന്റെ കയ്യിലേക്ക് ചേർത്തി പിടിപ്പിക്കുക സാധിക്കും. അങ്ങനെ ചേർത്തി പിടിപ്പിച്ചാൽ രക്തോട്ടം കിട്ടി ആ കയ്യ് തുന്നിപ്പിടിപ്പിക്കപ്പെട്ട ഭാഗത്തിലേക്ക് രക്തോട്ടം കിട്ടുകയും ജീവൻ കിട്ടുകയും ചെയ്ത് അവന്റെ ശരീരത്തിലുള്ള ഒരു കയ്യിന്റെ ഭാഗമായി ഇത് മാറുന്നുണ്ട്. അപ്പൊ ആ ഭാഗം ഇപ്പൊ യഥാർത്ഥത്തില് അവനിക്കവരെ രക്തോട്ടം കിട്ടുന്നുണ്ട്, ആ കയ്യ് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു അന്യ പെണ്ണിന്റെ കയ്യിന്റെ ഭാഗമാണ്. അപ്പൊ അതിനെ പിന്നെ ഇവന്റെ മറ്റേ വലത്തെ കയ്യിലാണ് ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചത്. അപ്പൊ ഒരുത്തൻ ആ ഒളുണ്ടാക്കിയതിനു ശേഷം ഇവൻ തന്നെ ഇടത്തെ കൈ കൊണ്ടോ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളെ കൊണ്ട് ഈ വെച്ചുപിടിപ്പിച്ച ഈ കയ്യിനെ ഒരു അന്യ പെണ്ണിന്റെ കയ്യിനെ തൊട്ടാൽ ഒളു മുറിയുമോ, അതെല്ലാം മുറിയുകയില്ലേ എന്ന ചർച്ച വളരെ വ്യക്തമായി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നടക്കുന്നു. പക്ഷെ അതത്ര വലിയ ഒരു ആവശ്യമുള്ള വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കേണ്ടതില്ല. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, നമ്മുടെ അബൂസിനാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ റൈസാൻ ചെയ്ത് മുകളിലെത്തണം. എത്ര ഗൗരവമേറിയ വിഷയങ്ങളാണെങ്കിലും ഓരോ ക്ലാസിന്റെ ടൈമിൽ ആ ക്ലാസ് തന്നെ നടക്കുന്നതാണ് എപ്പോഴും. അതിന്റെ ഒരു വൃത്തി അതാണല്ലോ, അല്ലേ? എത്ര ആണെങ്കിലും ഓരോന്നിനോരോ വൃത്തി ഉണ്ടല്ലോ. ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് പള്ളിയിലെ ഉസ്താദിനെ മൗലൂദ് ഓതാൻ വിളിച്ചു. ആ പള്ളിയിലെ ഉസ്താദിനേക്കാൾ ചിലപ്പം മഹത്വമുള്ള ആളായിരിക്കും വീട്ടിലെ വീട്ടുകാരൻ, വലിയ ആലിമായിരിക്കും. പക്ഷെ ഒരു മര്യാദ എന്താ, സംഗതി ആ പള്ളിയിലെ ഉസ്താദിനേക്കായിട്ടും വിവരവും മഹത്വവും ഒക്കെ ഈ വീട്ടുകാരൻ നിൽക്കുന്നുണ്ട്. പക്ഷെ പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് ആ മൗലൂദ് ദ്വാരിപ്പിക്കുക, അതെന്താണ്? ആ ഉസ്താദിനോടുള്ളൊരു ആദരവാണ്. എന്നതുപോലെ ഓരോന്നിനും ഓരോ ഇന്നതുണ്ട്. ഓരോ ക്ലാസിന്റെ സമയത്ത് ആ ക്ലാസ് നടക്കണം. ഏതായിരുന്നാലും ഉസ്താദ് എത്തിയിട്ടുണ്ടെങ്കിൽ, ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസാൻ ചെയ്ത് മുകളിലെത്തണം എന്ന് പറഞ്ഞ് സാന്ദർഭികമായി നമ്മളൊക്കെയും ഏകദേശം കാലോചിതമായി മനസ്സിലാക്കേണ്ട, നമുക്കൊന്നും അപകടം പറ്റുന്നില്ലെങ്കിലും പറ്റുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും എന്ന നിലക്ക് ആ വിഷയം ഒന്ന് ഉണർത്തുകയാണ്. അതായത് ഈ കൃത്രിമമായ അവയവങ്ങൾ ഉപയോഗിച്ചുള്ള തുന്നിപ്പിടിപ്പിക്കലും സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് മറ്റേ ശരീരത്തിലേക്ക് മാറ്റിപ്പിടിപ്പിക്കലും ജീവനുള്ളവനിൽ നിന്ന് ജീവനില്ലവനിലേക്ക് മാറ്റലും ജീവനില്ലാത്തവനിൽ നിന്ന് എടുത്ത് ജീവനുള്ളവനിലേക്ക് മാറ്റലെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഞാൻ ആ ഒരു ഭാഗം പറയുമ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയങ്ങളാണ്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളിലുമാണ് ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. നേരെ ഒരു ഭാഗത്ത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പല ഹറാമുകളും ഇന്ന് നിസ്സാരമായി കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് പറ്റിയത് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നിന്ന് എന്ത് ചിന്തിക്കരുത്? ഉസ്താദെ, സംഗതി അത് ഹറാമാണ്, എങ്കിലും ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ഈ ഒരു വഷൾത്തരം സഹിച്ച് ഞാൻ ജീവിക്കണോ
എന്റെയൊക്കെ കാശില്ലേ, ഞാനൊരു കഷന്തിത്തലക്കാരനായി ജനങ്ങളുടെ മുമ്പിൽ ഒരു വഷൽത്തരായി തോന്നുന്നൊരു വിഷയമാണ് കഷന്തിത്തലയ്ക്ക്, അല്ലേ? ആ കഷന്തിത്തലക്കാരനായി ഇന്നത്തെ എല്ലാവിധ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഈ വഷൽത്തരം സഹിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ മുഖത്തൊരു മുറിയുണ്ടെങ്കിൽ അവതൊരു കഷ്ണം മാംസം പോയ കാരണം അത് ഉണങ്ങിയിട്ടുണ്ട്, എല്ലിങ്ങനെ കാണുകയാണ്, അത് മുഖത്തേക്ക് നോക്കുമ്പോ ഒരു ഷെയ്മേത് തോന്നുകയാണ്, ഒരു വഷൽത്തരം തോന്നുകയാണ്. ആധുനിക സംവിധാനങ്ങൾ വളർന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കത് ചെയ്യാനുള്ള കാശുമുണ്ട്. പറ്റുമോ പറ്റില്ല എന്നല്ല ഇപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ചെയ്യാൻ പറ്റിയത് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ആ ചെയ്യാൻ പറ്റാത്തത് കാണുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ പറയുക, അത്രയല്ലേ നമുക്ക് നടക്കുള്ളൂ. ഏതായിരുന്നാലും ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കോതാമ്പുഴ ഉസ്താദ്, ക്ലാസ് റൂമിലുള്ള സാധാരണ ഉസ്താദന്മാർക്ക് അതൊരു ഉപകാരം ചെയ്യട്ടെ എന്ന നിലക്ക് ആ ഒരു ഭാഗം ഉസ്താദന്മാരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യമുണ്ടാകുമ്പോ അത് ഇന്ന ഭാഗത്ത് ആ ചർച്ച നടക്കുന്നുണ്ടത്രേ, നമുക്കിന്ന് ആ ഭാഗം ഒന്ന് നോക്കാം എന്ന നിലക്കാണ് ഞാൻ ആ വിഷയം ഉണർത്തുന്നത്. നമ്മുടെ കോതാമ്പുഴ ഉസ്താദ് അള്ളാഹുത്താല ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുത്താല നമുക്ക് ഏറ്റവും നൽകിയ വലിയ ഒരു സംഘടനാ നേതൃത്വം നമുക്കറിയാം. അത് ഏത് വിഷയത്തിനും പറ്റാകുന്നവർ നമ്മുടെ നേതൃത്വത്തിലുണ്ട്. നമ്മുടെ കോതാമ്പുഴ ബാബു ഉസ്താദ്, അതുപോലെ തന്നെ പൊന്മല ഉസ്താദ്. ഇന്ന് ഫിഖിഹിന്റെ ഏത് വിഷയങ്ങൾ ചർച്ചക്കിട്ടാലും അത് ഗഹനമായി പഠിച്ച് വളരെ വ്യക്തമായി അതിനെല്ലാ രൂപരേഖകൾ നമുക്ക് കണ്ടെത്തി തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോതാമ്പുഴ ബാബു ഉസ്താദ്, നമുക്കറിയാം നമ്മുടെ സുന്നി ബോർഡ് +2 വരെയുള്ള ആ മദ്രസ പാഠങ്ങളിൽ ഭൂരിപക്ഷവും അത് മഹാനായ കോതാമ്പുഴ ഉസ്താദിന്റെ നേതൃത്വത്തിൽ രചിച്ചതാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്തിട്ട് നമുക്കറിയാം നമ്മുടെ സുന്നി ബോർഡിന്റെ മദ്രസയിൽ ഒരു 10 വരെ ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ ഏകദേശമെല്ലാം ഷാഫിഈ മദ്ഹബിൽ അത്യന്താപേക്ഷിതമായ എല്ലാ മസ്അലകളിലേക്കും ആ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. അത് വിശദീകരിക്കുന്ന ക്ലാസ് എടുക്കുന്ന ഉസ്താദന്മാര് ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായി 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെയും നമ്മുടെ സുന്നി ബോർഡിൽ പഠിപ്പിക്കുന്ന ഫിഖിഹിയായ മസ്അല പഠിപ്പിക്കാൻ കോതാമ്പുഴ ഉസ്താദ് രചിച്ച ഖുലാസത്ത് ഫിഖിഹിൽ ഇസ്ലാമി എന്നുള്ള ഗ്രന്ഥമാണ് അവലംബമാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഇതിന്റെ ഒരു വകയായി, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ ഉസ്താദന്മാരുടെ ചെരുപ്പ് എടുത്തു കൊടുക്കുന്ന ആളാണ്. ആ ഉസ്താദന്മാര് പറഞ്ഞു മനസ്സിലാക്കി തന്നത് അതപ്പടി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അല്ലാതെ ഫിഖിഹിൽ പരന്നു കിടക്കുന്ന മസ്അലകള് സവിസ്തരം നോക്കി ബഹ്സ് ചെയ്ത് ഒരു വിഷയത്തിന്റെ വിധി കണ്ടെത്തുക എന്നുള്ളതൊന്നും ഒരു സാധാരണക്കാരെ കൊണ്ട് സാധിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് വേണ്ടി, മുൻകാല ക്രമശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിൽ പല ഭാഗത്തായി പല സന്ദർഭങ്ങളിലായി ചർച്ച ചെയ്ത വിഷയങ്ങൾ ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതൊക്കെയും അവരുടെ ഖബറിൽ വല്ലാത്ത ഒരു പ്രകാശമായിരിക്കും. ഏതായിരുന്നാലും മഹാനായ ബാവ ഉസ്താദിന്റെ ഖുലാസത്തു ഫിഖിഹിൽ ഇസ്ലാമി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ സവിസ്തരം ഫിഖിഹിന്റെ തുഹ്ഫയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നെടുത്ത്, അതുപോലെ തന്നെ മഹാനായ റംലി ഇമാമിന്റെ നിഹായയിൽ നിന്ന്, ഇബ്നു ഖാസിമിന്റെ തുഹ്ഫയുടെ ആശയിൽ നിന്ന്, ഷർവാനി ഇമാമിന്റെ തുഹ്ഫയുടെ ആശയിൽ നിന്നെല്ലാം ഇന്ന് ആധുനിക സംവിധാനം ഉപയോഗിച്ച് നടക്കുന്ന പല ശാസ്ത്രീയ ക്രിയകളുടെ പല ഓപ്പറേഷനിന്റെയും പല സർജറികളുടെയും അതിന്റെ ഇസ്ലാമിക വശം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അത് 7 ഭാഗമായിട്ടാണ് മഹാനായ കോതാമ്പുഴ ഉസ്താദ് അത് വിശദീകരിക്കുന്നത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് വായിക്കാം. അതെന്റെ എല്ലാവർക്കും ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ആ ഗ്രന്ഥം അവലംബിക്കുന്നത്. കാരണം
തുഹിഫയുടെ 2-ാം ജുസിലും 3-ാം ജുസിലും 9-ാം ജുസിലും നിഹായയിൽ പല സ്ഥലങ്ങളിലുമാണ് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ഈ സർജറികൾ പറ്റുമോ പറ്റില്ലേ എന്ന ചർച്ചകളുള്ളത്. അത് മഹാനായ കോതാമ്പയ ഉസ്താദ് വളരെ ലളിതമായ ശൈലിയിൽ ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു പണ്ഡിതനും ഉപകരിക്കുന്ന രൂപത്തിലാണ് കോതാമ്പയ ഉസ്താദ് ആ ഭാഗം ചർച്ച ചെയ്യുന്നത്. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സാധാരണഗതിയിലുള്ള ഉസ്താദന്മാര് ചിലപ്പോൾ പല ഐഡിയകളിൽ നിന്നും ഞങ്ങൾ 20 കൊല്ലമായി 25 കൊല്ലമായി ഗൾഫിലായിട്ട് കിതാബുമായുള്ള ബന്ധങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്, ആ വിഷയം എവിടെയാണുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതെല്ലാവർക്കും അത് ഉപകാരം ചെയ്യും എന്ന നിലക്കാണ് ഞാൻ ആ വിഷയം ഈ നിലക്ക് ചർച്ച ചെയ്യുന്നത്. ഏതായിരുന്നാലും അബൂ സിനാൻ ഉസ്താദ് എത്തുന്നത് വരെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ കഷണ്ടിത്തലയുമായി ബന്ധപ്പെട്ട മസ്അല ഇപ്പോഴുള്ള ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മൈക്ക് എടുത്ത് സംശയം തീർക്കണം. അത് കാരണം ഗൾഫ് മേഖലയിലെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു താൽക്കാലിക ഈ ജീവിതത്തിലെ ഒരു ഭംഗിക്ക് വേണ്ടി ഈ ചെയ്യുന്നതിൻ്റെക്കും ഗൗരവം, മുടി ചായം പുരിപ്പിക്കുന്നതിൻ്റെക്കും ഗൗരവം ഞാൻ ഒന്നുകൂടി അന്ന് പറഞ്ഞ ശ്രോതാക്കൾ ആരെങ്കിലും ഇല്ലാത്ത പുതിയ ശ്രോതാക്കളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഭാര്യന്മാരുടെ നിർബന്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഭംഗി നിലനിർത്താൻ വേണ്ടി കറുപ്പു ചായം ഉപയോഗിച്ച് ആരെങ്കിലും മുടിക്ക് ചായം കൊടുക്കുന്നവരുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് വളരെ വ്യക്തമാണ്. ആഖിറുസ്സമാനില് അവസാന കാലഘട്ടത്തില് കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്ന ഒരു വിഭാഗം വരും. അവർ സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കുകയില്ല. എന്നിട്ടല്ലേ സ്വർഗത്ത് കടക്കല്. കാരണം 500 കൊല്ലം ദൂരത്തേക്ക് സ്വർഗത്തിന്റെ വാസന അടിച്ചു വീശുമെന്നാണ്. അപ്പോ അത്രയും ദൂരത്തേക്ക് അടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ വാസന പോലും ആ വ്യക്തിക്ക് ശ്വസിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക എന്താണ്? സ്വർഗത്തിന്റെ ഒരു അരിക്കക്ക് പോലും അങ്ങനത്തെ വ്യക്തികൾക്ക് എത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ഭാര്യന്മാർ നിർബന്ധിക്കുമ്പോ പ്രിയപ്പെട്ട സഹധർമ്മണി, എന്നെ നീ നരകത്തിലേക്കാണോ ഈ ആനയിക്കുന്നത്? എനിക്ക് പ്രായമായതിന്റെ പേരിലല്ലേ ഈ നിര വന്നത്? അതല്ലെങ്കിൽ എനിക്ക് പ്രായമായതിന്റെ പേരിലല്ലേ ഈ കഷണ്ടിത്തല ഞാൻ വന്നത്? അതല്ലെങ്കിൽ നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി ഗൾഫിന്റെ ആ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ ഞാൻ ജീവിച്ചത് കൊണ്ടല്ലേ എന്റെ തലമുടി നരച്ചത്? അല്ലെങ്കിൽ ഞാൻ കഷണ്ടിത്തലക്കാരനായത്? അതുകൊണ്ടൊരു കാരണവശാലും എന്നെ നീ നരകത്തിലേക്ക് എത്തിക്കരുത്. തൽക്കാലം ഈ ഉള്ള ഭംഗി കൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാം. അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഭാര്യന്മാരുടെ നിർബന്ധത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്ന പുതിയ ശ്രോതാക്കളോട് ഞാൻ അത് വളരെ വ്യക്തമായി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഓൺലൈനിലാകുമ്പോൾ ഇന്നലെ ഇല്ലാത്തവർ ഇന്നുണ്ടാവാം, ഇന്നലെയും ഇന്നും ഇല്ലാത്തവർ നാളെയുണ്ടാവാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിക്കുമ്പോ ഒരു പുതിയ ശ്രോതാവ് അത് കേട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണ്. ഒരു കാലത്തും ഇനി കറുപ്പ് പോവാതിരിക്കാനുള്ള സംവിധാനം ഉപയോഗിക്കുന്നു. അതെന്റെ തലമുടിയിലേക്ക് വെള്ളം ചേരില്ല. ഞാൻ ഒന്നുണ്ടാക്കുമ്പോ സഹിയാകില്ല. എന്റെ നിർബന്ധമായ കുലി സഹിയായില്ലെങ്കിൽ പതച്ച തമ്പുരാനെ, ഞാൻ ജനാപത്തുകാരനായിട്ട് മരിക്കേണ്ടി വരും. ജനാപത്തുകാരനായി മരിക്കുന്ന സമയത്ത് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ എന്റെ ആ മയ്യത്തിന്റെ ഭാഗത്തേക്ക് ആത്മാവി പിടിക്കുന്ന സമയത്ത് വരില്ല. ഞാൻ ജനാപത്തുകാരനായി എന്റെ വീട്ടിൽ താമസിക്കുന്ന കാലം അത്രയും റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ എന്റെ വീട്ടിൽ പ്രവേശിക്കില്ല. കുലി വെള്ളം ചേരാത്ത രൂപത്തിൽ ചായം പുരിപ്പിച്ചാലാണ് പറയുന്നത്. വെള്ളം ചേരുന്ന രൂപത്തിൽ ചായം പുരിപ്പിക്കലും സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കാൻ സാധിക്കില്ല എന്നും വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട പുതിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പഴയവർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സംശയം തീർക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തി ഞാൻ മഹാനായ ബാബു ഉസ്താദിന്റെ ആ ഇബാറത്ത് വായിക്കാൻ സമയം കിട്ടുന്ന അത്ര നമ്മുടെ അബൂ സിനാൻ ഉസ്താദ് എത്തുന്നത് വരെ
എല്ലാവർക്കും ഐക്യയിൽ തുടരുന്നതുകൊണ്ട് വിഷമം ഉണ്ടായിരിക്കില്ല എന്നും മനസ്സിലാക്കി. കാരണം ഏതൊരു വ്യക്തിയുടെ ശബ്ദവും എത്ര നല്ല ശൈലിയാണെങ്കിലും അല്ലെങ്കിൽ വടക്കായ ശൈലിയാണെങ്കിലും കുറച്ചു സമയമേ ആർക്കും സഹിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉസ്താദ് വരുന്നത് വരെ നമുക്ക് ലൈവായി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞ് അതിന്റെ ഒന്നാമത്തെ ഒരു ഭാഗം ഞാൻ ആദ്യം വായിക്കാം. അത് ഉസ്താദന്മാർക്കും അതൊരു ഉപകാരം ചെയ്യാനും സാധാരണ ഉസ്താദന്മാർക്കിട്ടോ. നോക്കൂ, ആ ഒരു കൃത്രിമമായ അവയവങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു അവസ്ഥ മറ്റ് കിതാബുകളിൽ നിന്നെല്ലാം ഗഹനമായി പരിശോധന നടത്തി ഉസ്താദ് വിശദീകരിക്കുന്നത് ഫഹാദ ജായിസുൻ ബികുല്ലി ത്വാഹിരിൻ ഗൈരി ദഹബി വൽ ഫില്ലത്തി അമ്മാ മാ സുനിഅ മിൻഹുമാ ഫയജൂസു ലിൽ മർഅത്തി മുത്ലഖൻ വലാ യജൂസു ലിർറജുലി വൽ ഖുൻസാ മിൻഹു ഇല്ലൽ അൻഫു വൽ അൻമുലത്തു വൽ അസ്നാനു. ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കൃത്രിമമായ അവയവങ്ങൾ ഉപയോഗിച്ച് സ്വർണവും വെള്ളിയും ഒഴിച്ചു നജസല്ലാത്ത ഏതൊരു വസ്തുവും ഇതിനായി ഉപയോഗിക്കാം. ശ്രദ്ധിക്കണം. ഇത് നമ്മളൊരു അവയവത്തിന്റെ ഒരു അവയവം മുറിഞ്ഞുപോയി, അതിനു പകരം എന്ത് ചെയ്യുക? കൃത്രിമമായ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടല്ല, വലിച്ച എന്തെങ്കിലും ഫൈബർ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ അങ്ങനത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായ അവയവങ്ങൾ ഉണ്ടാക്കി ശരീരത്തിൽ തൽക്കാലം പിടിപ്പിക്കുക. അത് സ്വർണവും വെള്ളിയും ഒഴിച്ചുള്ള ഏതൊരു വസ്തുവും അതുപോലെ തന്നെ ശുദ്ധിയുള്ളതുമാവണം. അപ്പൊ നജസ് അല്ലാത്തതുമായ വസ്തുക്കൾ, നജസ് അല്ലാത്തതും സ്വർണവും വെള്ളിയും അല്ലാത്തതുമായ ഏത് വസ്തുക്കൾ ഉപയോഗിച്ചും കൃത്രിമ അവയവങ്ങളുണ്ടാക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അത് സ്ത്രീകൾക്ക് നിരുപാധികം അത് ഹലാലാണ്. അതായത് ഒരു കയ്യ് പൂർണ്ണമായിട്ട് ഒരു മുത്തും കയ്യ് മുതൽ ശ്രദ്ധിക്കണം, ഒരു മുത്തും കയ്യ് മുതൽ പൂർണ്ണമായും സ്വർണം ഉപയോഗിച്ച് വെള്ളി ഉപയോഗിച്ച് സ്ത്രീകൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൃത്രിമ അവയവങ്ങൾ ഉണ്ടാക്കി വെക്കാം. അത് സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും സ്ത്രീകൾക്ക് അനുവദനീയമാണ്. പക്ഷെ നജസായതുകൊണ്ട് സ്ത്രീകൾക്കും പറ്റില്ല. പുരുഷന്മാരാണെങ്കിൽ നിരുപാധികം പറ്റുകയില്ല. എന്തു പറ്റും? വലാ യജൂസു ലിർറജുലി വൽ ഖുൻസാ മിൻഹു ഇല്ലൽ അൻഫു വൽ അൻമുലത്തു വൽ അസ്നാനു. പുരുഷന്മാരാണെങ്കിൽ ഇപ്പോൾ വിരൽ തുമ്പ് അങ്ങോട്ട് മുറിഞ്ഞുപോയി. ഉദാഹരണം പറയാ, കരിമ്പും ജ്യൂസ് നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. സാധാരണ വിരൽ തുമ്പ് പോവാൻ സാധ്യതയുള്ള ഒരു തൊഴിൽ മേഖലയാണ് കരിമ്പും ജ്യൂസ്, അല്ലെ? പറ്റില്ല, എന്നാണ്. അതുപോലെ തന്നെ മില്ല് വർക്ക് ചെയ്യുക, ചില പ്രത്യേകമായ മരമില്ലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ റൈസ് മില്ലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ പലപ്പോഴും അവരുടെ വിരൽ തുമ്പുകൾ പോവാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ്. അപ്പൊ ഒരു പുരുഷന്റെ കൈപ്പറ്റി പറ്റങ്ങത്ത് മുറിഞ്ഞുപോയി. ഈ മുൻകയ്യ് ആ മണിബന്ധം മുതൽ പറ്റങ്ങത്ത് മുറിഞ്ഞുപോയി. വലിയ സ്വത്തുക്കാരനാണ്. എന്നാൽ അതിന് പകരം ഒരു സ്വർണത്തിന്റെ കയ്യ്, ഒരു മുൻകയ്യാണ്ട് ഉണ്ടാക്കി വെച്ച് അത് പാടില്ല. നേരെ മറിച്ച് ഒരു പുരുഷന്റെ വിരൽ തുമ്പുകൾ മുറിഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ പല്ല് കൊഴിഞ്ഞുപോയി, ആരോ അപകടത്തിൽപ്പെട്ട് ബൈക്കുമെന്ന് വീണപ്പോ മുൻപിലെ 2 പല്ലങ്ങട്ട് കൊഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അടിയും വെക്കാനുണ്ടായപ്പോ മുമ്പല്ലങ്ങട്ട് പോയി. ചിലപ്പം ഭാര്യന്റെ തല്ല് കിട്ടിയിട്ട് എത്ര ഭർത്താക്കന്മാരെ പല്ല് കൊഴിഞ്ഞ സംഭവം ഉണ്ടായിട്ട് ചിത്ത അള്ളാഹുത്താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും എന്തിനത്തൊത്ത് എല്ലാ അപകടങ്ങളത്തൊത്തും ഭാര്യന്മാരെ തല്ല് കിട്ടിയിട്ട് പല്ല് കൊഴിഞ്ഞു പോയ മനുഷ്യന്മാരുണ്ട്. ഇതൊക്കെ ഉള്ള സംഭവമാണ്. അതൊന്നും നിഷേധിക്കപ്പെടാൻ പറ്റൂല. കാരണം ആ സൈസ് ചുണ്ടില്ല. അവനാൻ കല്യാണം കഴിക്കുമ്പോ കൊക്കിലൊതുങ്ങുന്നത് കല്യാണം കൊത്താവൂന്ന് കാരണന്മാർക്ക് ചൊല്ലുണ്ട്. നമ്മളിങ്ങനെ കുറെ സ്വത്ത് കണ്ട് കുറെ നിറം കണ്ട് കെട്ടിക്കൊടുന്നാൽ കാരണവന്മാരുടെ ചൊല്ലാനുണ്ട് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. നമ്മളൊരു കല്യാണം കഴിക്കുമ്പോ ഞമ്മക്ക് ഒതുങ്ങിയതിനെ വീട്ടിൽ കൊണ്ടുവരാവും. കയ്യിലൊതുങ്ങാത്തതിനെ കൊണ്ടുവന്നാൽ പല അപകടങ്ങളുണ്ടാവും. അത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരൊന്ന് ഉണർത്തിനു മാത്രം. അപ്പൊ ഏതായിരുന്നാലും പല്ലുപോയി,
ഒരു പുരുഷന്റെ വിരൽത്തുമ്പുകൾ പോയി, മൂക്കിന്റെ തെല്ലുപോയി, അവനിക്ക് തോന്നാണ് എനിക്ക് അല്ലാഹു കഴിവ് തന്നിട്ടുണ്ട്, ഞാൻ അതിനു പകരം സ്വർണത്തിന്റെ ഒരു പല്ലു വെക്കാണ്, എന്റെ ചൂണ്ടാനി വിരലിന്റെ തുമ്പ് പോയിട്ടുണ്ട്, ആ തുമ്പിനു പകരം ഞാൻ ഒരു സ്വർണം കൊണ്ട് അതിന്റെ തുമ്പ് പുതിപ്പിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പൊ സ്ത്രീകൾക്ക് ഒരു അവയവം തന്നെ എന്താ ചെയ്യാ, സ്വർണം വല്ലി കൊണ്ടും വേണമെങ്കിൽ വെച്ചു പിടിപ്പിക്കാം. പുരുഷന്മാർക്ക് എന്തേ പറ്റുള്ളൂ, സ്വർണവും വല്ലി കൊണ്ടാണെങ്കിൽ മൂക്ക്, പല്ല്, വിരൽ തുമ്പുകൾ പോലോത്തത് മാത്രമേ അത് സ്വർണവും വല്ലി കൊണ്ടും അത് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് സ്വർണവും വല്ലിയുമല്ലാത്ത നജസും അല്ലാത്തതായ മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായ അവയവങ്ങൾ വെച്ചു പുതിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഉളുവിൻ ഹയവാനിൻ മഅ്കൂലിൻ ബഅദ സകാത്തിഹി ഫഹാദാ ഐളൻ ജായിസുൻ വലവിൻ കസറ ഉളുവുഹു ഔ കുത്തിഅ ജാസ തർക്കീഉഹു ഔ തഅ്വീലുഹു ബിശൈഇൻ മിൻ ദാലിക. ഇതാണ് രണ്ടാമത്തേതായ ഭാഗം. അതായത് എന്താണ്, തിന്നപ്പെടുന്ന ഒരു ജീവിയെ അറുത്തതിനു ശേഷം, എല്ലാ ജീവിയല്ലത്ത, തിന്നപ്പെടുന്ന ജീവി ആടോ പോത്തോ മൂരിയോ അങ്ങനെ തിന്നൽ അനുവദനീയമായ ജീവി, ആ ജീവിയെ അറുത്തതിനു ശേഷം, എന്തല്ല സ്വമേധയാ ജീവൻ പോയതിന്റെ ശേഷവുമല്ല, അല്ലെങ്കിൽ ഇസ്ലാമികമായ അറവ് കൂടാതെ ജീവൻ പോവുക. യഥാർത്ഥത്തിൽ ഒരു ജീവി ശവം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വമേധയാ ജീവൻ പോവൽ മാത്രമല്ല, ഇസ്ലാമികമായ നിലക്ക് ആ ജീവിയെ അറക്കാതെ ജീവൻ പോയാലും അതെന്താണ് ഇന്ന് നജസായത് വരുന്നുണ്ട്. ഇത് ഏതു കിതാബാണ്? അതാണ് ഞാൻ ആ സുഹൃത്തിനെ അത് അറിയിച്ചില്ലേ. ഇത് മഹാനായ കോതാമ്പുഴ ഉസ്താദിന്റെ ഖുലാസത്ത് ഫിഖ്ഹിൽ ഇസ്ലാമിലെ രണ്ടാമത്തെ ഭാഗം. അതാ ഞാൻ പറഞ്ഞത്, ഈ ഭാഗം തുഹിഫ, നിഹായ, മുഗ്നി, ഇബ്നു ഖാസിം, ഹാഷിയത്തു ഷർവാനി പോലത്തെ ഫിഖ്ഹിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരെ ലക്ഷ്യം വെച്ച്, വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് കോതാമ്പുഴ ഉസ്താദ് അത് ക്രോഡീകരിച്ച ഭാഗമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. അല്ലാതെ നിങ്ങളിപ്പോ തൊയ്ഫീം നിഹായി നോക്കിയ ഇബാറത്ത് കാണില്ലേ, അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം രണ്ടാമത് പുതിയ ശ്രോതാക്കൾ വരുമ്പോ ഇതിപ്പോ ഏതൊരു ഫിഖിന്റെ കിതാബാണ്, ഇത് നമ്മുടെ ക്ലാസ് റൂം, നമ്മുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരോടാണല്ലോ ചർച്ച. നമ്മുടെ നേതൃത്വത്തിൽ ഫിഖ് വിശദീകരിക്കേണ്ടത് അത് ഇന്ന് അള്ളാഹു തൗഫീക്ക് ചെയ്ത് കഴിവുള്ളവർ കോതാമ്പുഴ ഉസ്താദും പൊന്മല ഉസ്താദിനെ പോലോത്തവരാണ്. കോതാമ്പുഴ ഉസ്താദ് സുന്നി ബോർഡിന് വേണ്ടി ഇറക്കിയ ഗ്രന്ഥം നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ ഫത്വ കമ്മിറ്റിയൊക്കെയും പരിശോധിച്ച്, പ്രത്യേകിച്ച് എം.എ. ഉസ്താദിനെ പോലോത്തവരൊക്കെയും പരിശോധിച്ചിട്ടാണ് ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇനി തിന്നപ്പെടാത്ത ജീവികളുടെ പറ്റോ ഇല്ലേ, അത് ഇൻഷാ അല്ലാഹ് ചർച്ച മൂന്നാമത്തെ കോലത്തിൽ അത് വരും. അപ്പൊ രണ്ടാമത്തെ കോലം ഏതാണ്, തിന്നപ്പെടുന്ന ജീവിയെ അറുത്തതിനു ശേഷം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ, തിന്നപ്പെടുന്ന ജീവി സ്വമേധയാ ജീവൻ പോയി, അതങ്ങനെ ചത്തു, അത് നജസാണ്. അല്ലെങ്കിൽ ഇസ്ലാമികമായ അറവ് കൂടാതെ, ഞാൻ ആ ഒരു മസ്അല വിശദീകരിക്കാൻ സാധാരണക്കാർക്ക് വരുന്നൊരു അബദ്ധം തിരുത്താനാണ്. അപ്പൊ ഒരു മൂലിക്കുത്തി, അല്ലെങ്കിൽ ഒരു ആട്, അല്ലെങ്കിൽ ഒരു കോഴി ഒരു വാഹനത്തിന്റെ ചോത്തുപെട്ട് ചത്തു, അല്ലെങ്കിൽ സ്വമേധയാ ചത്തു. ഇവിടെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയും വിവരമില്ലാത്ത ചില മുസ്ലിമീങ്ങൾ ഒരു പണി ചെയ്യുന്നുണ്ട്. എന്താ പണി നോക്കാറിയോ? അതായത് അയൽവാസി ഹൈന്ദവ സുഹൃത്തുക്കളാണെങ്കിൽ ഈ ചത്ത കോയിന് അവർക്ക് കൊടുക്കും. ഇല്ലേ, നിങ്ങൾ ആരെങ്കിലൊക്കെ നാട്ടിൽ അങ്ങനെ സ്വഭാവം ഉണ്ട്. ഞങ്ങളൊക്കെ നാട്ടിലെ മുമ്പുണ്ടായിന്, പറഞ്ഞു ഇന്നും പലതുണ്ട്. ഇപ്പൊ കോയെണ്ണം പൊളിച്ച് ചില കോയില എന്ത് ചാവും. അത് കോയെണ്ണം പൊളിച്ച് കോയിനെ ചത്താൽ നമ്മളെ റൂമിലത് പറയുമ്പോ അതൊരു വർഗീയതായി തോന്നുന്നത്. സാധാരണ ഈ താഴ്ന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ, ഈ താഴ്ന്ന ചില വിഭാഗങ്ങളുണ്ട്, അവർക്കതന്ന് കൊടുക്കുക. ആ കോഴി അത്തു, അതിനിപ്പോ അയൽവാസി
രാമനാണ് അല്ലെങ്കിൽ കോതയാണ്, ഓൽക്കിപ്പോ ചത്തലും കത്തടക്കും സമയല്ലേ, ഓൽക്കിപ്പോ അറവ് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, ഞാൻ ഈ അർത്ഥത്തിന്റെ അവയവങ്ങൾ എടുത്ത് മനുഷ്യ ശരീരത്തിലേക്ക് വെക്കാൻ പറ്റുമോ എന്ന ചർച്ചയിൽ അത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ചോദിച്ചുകൊണ്ട് പോകുന്നവരുമുണ്ട്, എന്നാലും കൊടുക്കാൻ പാടില്ല. തിരുവമ്പാതി കഴിച്ച മതി, മാപ്പലെ ഇങ്ങക്ക് ഏതായാലും തിന്നാൻ പറ്റൂലല്ലോ, നമ്മക്ക് ഇങ്ങനത്തെ തന്നാലിന്ന് പറയുന്ന ചില ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, പാടില്ല. നമുക്ക് തിന്നൽ ഹറാമായത് അമുസ്ലിമീങ്ങൾക്കും തിന്നാൻ കൊടുക്കാൻ പാടില്ല. അതങ്ങനെ തന്നെയാണ്. റമളാൻ മാസത്തില് നോമ്പ് നോൽക്കാൻ ആരോഗ്യമുള്ള ഒരു മുസൽമാന് ഭക്ഷണം കൊടുക്കാൻ പാടില്ലാത്തതുപോലെ നോമ്പ് നോൽക്കാൻ തടസ്സമില്ലാത്തൊരു വ്യക്തി ഇസ്ലാമികമായ കാരണം കൂടാതെ നോമ്പ് ഒഴിവാക്കിയ ഒരു വ്യക്തിക്ക് റമളാൻ മാസത്തിൽ ഭക്ഷണം കൊടുക്കൽ ഹറാമായതുപോലെ ഇസ്ലാമിക ആരോഗ്യപരമായി തകരാറൊന്നുമില്ലാത്ത അമുസ്ലിമീങ്ങൾക്കും റമളാൻ മാസത്തിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ സാന്ദർഭികമായി ഒന്ന് മനസ്സിലാക്കുക. റമളാൻ മാസമല്ലെങ്കിലും ചില ആൾക്കാരെന്ത് ചെയ്യും, അത് ഉസ്താദെ ഈ ഹൈന്ദവ സുഹൃത്തുക്കൾ പണിക്കാറുണ്ട്, അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി റമളാൻ മാസം പകല് ഹോട്ടൽ നടത്തിക്കൂലെ? മുസ്ലിമീങ്ങൾക്കില്ല. ഇന്റെ കഥ എടുത്ത് ഒരു വലിയ കൺസേഷൻ വർക്ക് നടക്കുന്നുണ്ട്. ആ കൺസേഷൻ വർക്കിലുള്ള എല്ലാവരും ഹൈന്ദവരാണ്, അമുസ്ലിമീങ്ങളാണ്. അപ്പൊ അവർക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഹോട്ടൽ നടത്തിക്കൂടെ? മുസ്ലിമീങ്ങൾക്ക് കൊടുക്കലില്ല, പറ്റില്ല. കാരണം മുസ്ലിമീങ്ങൾക്ക് റമളാൻ മാസത്തിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ലാത്തതുപോലെ ആർക്ക് ഇസ്ലാമികമായി നോമ്പ് ഒഴിവാക്കാൻ അനുവദനീയം ഇല്ലാത്തവർക്ക് അതേ വിധി തന്നെയാണ് അമുസ്ലിമിനും. അപ്പൊ നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് അറുത്തതേ തിന്നാൻ പറ്റുള്ളൂ. ഇസ്ലാമികമായി അറവ് നടക്കാത്ത അല്ലെങ്കിൽ സ്വമേധയാ ജീവൻ പോയതായ വസ്തുക്കൾ നമുക്ക് തിന്നാൻ പറ്റൂല എങ്കിൽ അയൽവാസികളായ ഹൈന്ദവ സുഹൃത്തുക്കൾ ആരെങ്കിലും ചോദിച്ചാലും അത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ വകയായിട്ടും കൊടുക്കാൻ പാടില്ല. പിന്നെ എന്തു ചെയ്യാ? അതിനാണ് കുഴിച്ചിടുക എന്ന് പറയാ. ചില വിവരമില്ലാത്ത ആൾക്കാരൊരു വാക്ക് പറയും, എന്ത് ഏതായാലും ഓറ്റങ്ങൾക്ക് തിന്നാൻ പറ്റിയൊരു മുതലല്ലേ, അത് വെറുതെ കാലം എന്താ? വിവരമില്ലാത്ത സാധാരണക്കാരുടെ ഒരു വാക്കാണ് ആ വിഷയത്തിൽ. എന്ത് ഏതായാലും ഞമ്മക്ക് തിന്നാൻ പറ്റൂലെങ്കിലും ഓൾക്കത് തിന്നാൻ പറ്റൂലേ? ഓൾക്ക് തിന്നാൻ പറ്റിയ മുതൽ വെറുതെ കുഴിച്ചതനോ? നോക്കിങ്ങള്, അത് പാടില്ല. അപ്പൊ നമുക്ക് തിന്നാ. ഞാൻ അത് ഇസ്ലാമികമായ അളവ് ഇന്ന് കൂട്ടത്തിലൊന്ന് ഉണർത്തുകയാണ്. ഇന്ന് നമ്മുടെ ചിക്കൻ സ്റ്റാളുകളിലൊക്കെയും കോഴിനെ പേരിന്ന് അറക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമികമായ അറവ് നടക്കുന്നില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കോഴിനെ അറുത്തത് കൊണ്ട് മാത്രം ഒരു മൃഗത്തെ തിന്നൽ ഹലാലാവൂല. അതിനറക്കേണ്ട രൂപമുണ്ട്. മിരീഹും ഹുൽക്കൂമും, അന്നനാളവും ശ്വാസകോശവും, ഇത് രണ്ടും മുറിയണം. ഈ രണ്ട് ഞരമ്പുകളും മുറിയണം. അപ്പോഴാണ് ഒരു ജീവിയുടെ ജീവൻ ഇസ്ലാമികമായി പോയി എന്ന് പറയാൻ പറ്റുക. അപ്പൊ എന്തുവാണം? നമ്മൾ സാധാരണ അറിവ് ഒരു പോത്തിനെ അർത്ഥത് ശരിയായില്ലെങ്കിൽ അത് ചത്ത പോത്തിന്റെ ഹുക്കുമ് തന്നെയാണ്. കോഴിനെ അർത്ഥത് ശരിയായില്ലെങ്കിൽ അത് ചത്ത കോഴിയുടെ ഹുക്കുമ് തന്നെയാണ്. എങ്കിലും അബൂ സിനാൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ടാമത്തെ ഭാഗം 3, 4, 5, 6, 7 ഭാഗമായിട്ടാണ് കോതാമ്പർ ഉസ്താദ് അത് വിശദീകരിക്കുന്നത്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, ഇനി രണ്ടാമത്തതാണ് വിശദീകരിക്കുന്നത്. അബൂ സിനാൻ ഉസ്താദ് 5 മിനിറ്റ് നിർബന്ധമായിട്ടും കഥം തന്നെ പറ്റുള്ളൂ. കഥം കൊടുത്ത് സഹായിക്കുന്നവർക്ക് 2 കൂലിണ്ട്. ഒന്ന് കഥം കൊടുത്ത കൂലി, ഒന്ന് സഹായിച്ച കൂലി. അതുകൊണ്ട് കഥം തന്ന് സഹായിക്കേ പറ്റുള്ളൂ ഈ സന്ദർഭത്തിൽ. ഇത് രണ്ടാമത്തെ കോല അവസാനിപ്പിക്കാം, പിന്നെ മൂന്നാമത്തെ കോല നമുക്ക് നാളെ പറയാം. അപ്പൊ ഏതായിരുന്നാലും ഈ അറവിന്റെ കാര്യം, ആ ഒരു മസല കോയിനെ അറക്കുന്നിടത്ത് അതുപോലെ തന്നെ ചത്ത കോയിനെ ഹൈന്ദവ സുഹൃത്തുക്കൾ ചോദിച്ചാലും ചോദിക്കാതെയും ചത്തത് അവർക്ക് കൊടുക്കാൻ പാടില്ല. അത് ഹറാമാണ്. നമുക്ക് തിന്നൽ ഹറാമായത് അവരെ കൊണ്ടും തീറ്റിപ്പിക്കാൻ പാടില്ല. വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹറാമിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് താൽക്കാലികമായി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും ഞാൻ രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് എന്താണ്? തിന്നപ്പെടുന്ന ജീവിയെ അറുത്തതിനു ശേഷം
ആ ജീവിയുടെ അവയവത്തെ എന്താക്കുക, വെച്ചുപിടിപ്പിക്കുക. ഫഹാദ ഐലൻ ജായിസുൻ, ഇതും ജായിസാണ്. അപ്പൊ ഫലവിങ്കസറ ഉളുവുഹു, ഒരുത്തന്റെ അവയവം പൊട്ടി അല്ലെങ്കിൽ അവന്റെ അവയവം മുറിക്കപ്പെട്ടു എങ്കിൽ അറക്കപ്പെട്ടതിനു ശേഷം തിന്നപ്പെടുന്ന ജീവിയെ അറുത്തതിനു ശേഷം അതിന്റെ എല്ലോ അതിന്റെ ഒരു അവയവത്തിന്റെ ഭാഗോ എടുത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ എല്ലു പൊട്ടുകയോ അല്ലെങ്കിൽ ഒരു അവയവത്തിന് തകരാറ് പറ്റുകയോ ചെയ്താൽ അത് അനുവദനീയമാണ്, കുഴപ്പം ഇല്ല. ഏത് തിന്നപ്പെടുന്ന ജീവിയെ അറുത്തതിനു ശേഷം അതിന്റെ എല്ലോ അതിന്റെ അവയവോ വെച്ചാവാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നിതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം പഴയ കാലത്ത് ഒരു മനുഷ്യന്റെ എല്ല് പൊട്ടിയാൽ പകരം അവിടെ എല്ല് വെക്കണമെങ്കിൽ ഇങ്ങനെ ജീവികളുടെ എല്ല് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് അതില്ല. കാരണം ഇന്നൊരു എല്ല് പൊട്ടി, ആ എല്ലിനു പകരം മനുഷ്യന്റെ എല്ലും അല്ല ഉപയോഗിക്കുന്നത്, ജീവികളുടെ എല്ലും അല്ല ഉപയോഗിക്കുന്നത്, പകരം എന്തോ ഒരു സ്റ്റീലിന്റെ കമ്പിയാണ്. കാലിന്റെ തൊടയുടെ എല്ലൊക്കെ കണ്ട് പൊട്ടിയാല് അത് ആ എല്ലാകെ നുരുങ്ങി ആ എല്ലുകൾ ഉള്ള എല്ലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ മാർഗം ഇല്ലെങ്കിൽ ഇന്ന് സ്റ്റീലിന്റെ കമ്പി പുതിപ്പിച്ച് അത് പ്രായമായവരാണെങ്കിൽ അങ്ങനെ അത് മരിച്ചു പോകും, പ്രായം ആവാത്തവരാണെങ്കിൽ പിന്നെ അത് എടുത്തു മാറ്റുന്ന സംവിധാനമൊക്കെയും ഉണ്ട്. ഏതായിരുന്നാലും ഈ രണ്ടാമത് പറഞ്ഞ മറ്റു ജീവികളുടെ എല്ല് എടുത്ത് അല്ലെങ്കിൽ ജീവികളുടെ അവയവങ്ങളിലെടുത്ത് ഈ നമ്മുടെ എല്ലുകൾ ശരിയാക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കാണാനില്ല. ഇനി ഉണ്ടോ എന്നറിയില്ല. ചിലപ്പം ആവശ്യമായി വരും. അതായത് ഒരു ഡോക്ടർ പറഞ്ഞു, ഒരു മൃഗത്തിന്റെയോ മനുഷ്യന്റെയോ എല്ലാണെങ്കിൽ ഈ മുറി പെട്ടെന്ന് മാറും. നേരെ മറിച്ച് സ്റ്റീൽ കമ്പി ഇട്ട് കഴിഞ്ഞാല് അത് കുറെ കാലം പിടിക്കും ഇത് ശരിയാവാൻ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ വിശദീകരണം ആവശ്യമായി വരും എന്നും ഉണർത്തി 1, 2 ഭാഗമാണ് പറഞ്ഞത് നമ്മുടെ ബാബുസ്താദ്. ഇനി 3, 4, 5, 6, 7 അതിൽ നിന്ന് പലതും ഇന്നത്തെ ആധുനിക സംവിധാനത്തിൽ നമ്മൾ അറിയേണ്ട ഭാഗമാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്ത് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം. കഷന്തിയുമായി ബന്ധപ്പെട്ട ഭാഗം ഇനി തിരിയാത്തവരുണ്ടെങ്കിൽ മുടിക്ക് ചായം കൊടുക്കുന്നതിന്റെ രൂപത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഒന്നുകൂടി വളരെ വ്യക്തമായി പറയുന്നു. അത് വെള്ളം ചേരുന്ന രൂപത്തിലുള്ള ചായമാണെങ്കിലും കറുപ്പ് ആണെങ്കിൽ ഹറാമ് തന്നെയാണ്. ഒരുപാട് ആൾക്കാരോട് അത് മറുപടി പറഞ്ഞ് ഞാൻ കുഴങ്ങി. ഉസ്താദ് അത് മൈലാഞ്ചിയിലാണ് കറുപ്പ് കൊടുക്കുന്നത്, അതുകൊണ്ട് വെള്ളം ചേരലിന് തകരാറില്ല ഉസ്താദെ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഉസ്താദെ എന്ന് ചോദിച്ചിട്ട് ചെവി ചൂടാവാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി അത് ആവർത്തിച്ചു പറഞ്ഞത്. അത് വെള്ളം ചേരലിനെ വിലങ്ങാത്തതാണെങ്കിലും മൈലാഞ്ചിയിലാണെങ്കിലും കറുപ്പാണോ ഹറാമാണ്, കറുപ്പാണോ അത് ഹറാമാണ്, കറുപ്പല്ലേ ഹറാമില്ല. പിന്നെ കറുപ്പല്ല വെള്ളം ചേരലിനെ വിലങ്ങും എങ്കിൽ അത് കുലിയെയും ഒളുവിനെയും ബാധിക്കും. നേരെ മറിച്ച് കറുപ്പ് അല്ലാത്തത് വെള്ളം ചേരലിനെ വിലങ്ങുന്നില്ല എങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു, മൈലാഞ്ചിയിൽ നല്ല ചോപ്പ് കിട്ടാൻ വേണ്ടി കട്ടൻ ചായ ഒഴിച്ച്, അങ്ങനെ എന്തത്തില് കട്ടൻ ചായ. ഇപ്പൊ എന്നാലും ആരോ പറഞ്ഞു മൈദപ്പൊടിയും ചക്കരയും. ഒന്നും കൂടി അബൂസിനാൻ ഉസ്താദ് 2 മിനിറ്റ് എന്തായാലും. ഒരു സ്ത്രീ എനിക്ക് വിളിച്ചതാണ്, കുട്ടികളുടെ ഈ നഖം ഈ കൂട്ടക്സോ എന്തോ സാധനം കൊടുത്തെങ്ങാണ്ട് കളർ കൊടുക്കുന്ന മാതിരി ഈ നിറത്തിന്റെ നിറം മാറ്റാൻ വേണ്ടിയിട്ട് മൈദയും ചക്കരയും കൂട്ടി ഉരുക്കിയിട്ട് എന്തോ അത് കയ്യുമെത്താല് എന്തോ ഒരു പ്രത്യേക നിറം വരുത്തൽ. അതുകൊണ്ട് ഇപ്പൊ ഒരു സഹിയാവാതിരിക്കൂല. അതുകൊണ്ട് ഒന്നുക്ക് ബജ്ജാനാണ്ട് അബൂസിനാൻ ഉസ്താദ്. അതുകൊണ്ട് ഒരു സഹിയാവാതിരിക്കൂല. കാരണം അതിമന്നൊരു പ്രത്യേകമായ നിറം ശരീരത്തിലേക്കണ്ട് ഇണങ്ങിച്ചേരുകയാണ്. അതുകൊണ്ട് ശരീരത്തിലേക്ക് വെള്ളം ചേരലിനെ തടയുന്ന വസ്തുക്കൾ അവിടെ വരുന്നില്ല. അതുകൊണ്ട് മൈലാഞ്ചിയിലാണ് കറുപ്പ് ചായം, വെള്ളം ചേരലിന് തടസ്സമില്ല എന്ന് പറഞ്ഞ് ആരും എന്താകരുത്, അതിനെ ന്യായീകരിക്കരുത്. പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ആഖിറുസ്സമാനിൽ
കറുപ്പ് കൊണ്ട് ചായം പുരിപ്പിക്കുന്ന ഒരു വിഭാഗം വരും. അവർ സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കുകയില്ല എന്ന ഹദീസ് തന്റെ പ്രിയപ്പെട്ട ഭാര്യന്മാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഉള്ള ഭംഗി കൊണ്ട് ഈ നശ്വരമായ ജീവിതത്തിൽ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിച്ച് നേരത്തെ ഞാൻ കടുകുമണിയുടെ ഉദാഹരണം പറഞ്ഞ അതിന്റെ അപ്പുറമുള്ള ഒരു കാലഘട്ടമാണ് ആഖിറത്തിൽ നമ്മൾ താമസിക്കേണ്ടത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ദീർഘായുസിനെയും ആഫിയത്തിനെയും നൽകുമാറാവട്ടെ. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഷന്തിക്കാരന് മുടി വെച്ച് പുതിപ്പിക്കാമോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതുവരെ KMA വഹാബ് 313 ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇതുവരെ പറഞ്ഞത് പഴയ കാലത്തൊരു ഉദാഹരണം എന്താണ്? രാമായണം മോദി സീമ എന്താണ് രാമൻ അപ്പദീനോ എന്നൊരു ചെല്ലുന്നു. വൈകുന്നേരം വരെ രാമായണം ഓതിയിട്ട് ഒരാൾ ചോദിച്ചിട്ട് ഇപ്പൊ രാമപ്പ എവിടെ എത്തി എന്ന് പറഞ്ഞ മാതിരി കാവരുത്. അല്ല, രാമായണം സീത എന്തോ എന്നറിയില്ല. ഇപ്പോൾ വന്നെത്തിയുള്ളൂ ഉസ്താദ്. എന്റെ KMA വഹാബ് 313 ഒന്നും വിചാരിക്കുക ഒന്നിച്ചില്ല മണിക്കൂറായി പത് വിശദിയ രാമൻ സീത എപ്പതീനോ എന്തോ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഏതായാലും KMA വഹാബ് എപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു സജീവ പ്രവർത്തകനാണ്. ഫിഖിയായ എല്ലാ മസ്അലകളും വളരെ വ്യക്തമായി പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. അതാരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക. വിശദമായ അതിന്റെ 3 കോലങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ വല്ല അപാകതകളും വന്നിട്ടുണ്ടെങ്കിൽ ഉസ്താദന്മാരുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അബൂറയ്യാൻ പറഞ്ഞതാച്ചിട്ട് പേക്കാതിരിക്കൂല. നമ്മൾ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് ഭാവ ഉസ്താദൊക്കെ ഗഹനമായി മനസ്സിലാക്കിയ രൂപത്തിലാണ് ഈ വിഷയം ചർച്ചക്കെത്തിട്ടുള്ളത് എന്നുണർത്തി അബൂ സിനാൻ ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിച്ച് തൽക്കാലം ഞാൻ മൈക്ക റിലീസ് ചെയ്യുന്നു. എല്ലാ ശ്രോതാക്കളോടും ഇനി ഇതിന്റെ 7 ഭാഗമായിട്ടാണ് ബാവുസ്താദ് വിശദീകരിക്കുന്നത്. 2 ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബാക്കിയിൽ 5 ഭാഗത്തിൽ നിന്ന് പലതും നമ്മുടെ ദൈനംദിനം അപകടങ്ങളിലേക്ക് ആവശ്യമുള്ള മസ്അലയാണ് എന്നുകൂടി ഉണർത്തി നമുക്ക് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അബൂ സിനാൻ ഉസ്താദിന്റെ സമയമാണ്. ഏതായാലും ആ ചോദ്യം വന്നാൻ വെക്കാം. അതായത് ആൽക്കഹോളുള്ള സ്പ്രേ അടിച്ചുള്ള നിസ്കാരം. ആൽക്കഹോള് നജസാണ് അല്ലേ? അത് നജസാന കാര്യത്തിൽ. അപ്പൊ അത് ഈ സ്പ്രേയിൽ സുഗന്ധത്തിലുണ്ടെങ്കിൽ അതും നജസാണ്. യാതൊരു സംശയമില്ല. ആൽക്കഹോള് സംശയത്തിന്റെ പേരിൽ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതിൽ പെട്ടതാണ് ഇപ്പൊ ഉദാഹരണം പറയും പേസ്റ്റ്. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ പേസ്റ്റിൽ പന്നിയുടെ കൊഴുപ്പ് ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഉറപ്പില്ല. അങ്ങനെ ഒരു നിഗമനമുണ്ട്. അതായത് പേസ്റ്റുകളിൽ പന്നിയുടെ കൊഴുപ്പ് ചേർക്കുന്നത് കൊണ്ടാണ് അത് നല്ല പതയുണ്ടാകുന്നത് എന്ന് ചിലവർ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ അത് തെളിഞ്ഞിട്ടില്ല. തെളിയാത്തത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. ഒരു വസ്തു നജസാനെന്നുള്ള നിഗമനം വെച്ച് അതിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം ഫത്വൽ പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഷാമിൽ നിന്ന് കൊണ്ടുവരുന്ന പാൽക്കട്ടി നജസുള്ളതാണെന്നുള്ളൊരു ഊഹാപോഹം അക്കാലത്ത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നു. പക്ഷെ ആ ഊഹാപോഹം വെച്ച് റസൂലുള്ളത് ഒഴിവാക്കിയില്ല. ഷാമിൽ നിന്ന് വരുന്ന പാൽക്കറ്റ് റസൂലുള്ള ഉപയോഗിച്ചിരുന്നു എന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഷാമിലെ പാൽക്കറ്റ് തന്നെ തോന്നുന്നല്ലേ ബാവുസ്ഥാലെ? ഷാമിലെ പാൽക്കറ്റിനെ പറ്റിയിട്ടല്ലേ ഫത്ലുൽ മുഈനൊക്കെ നജസിന്റെ വാബിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഊഹാപോഹം വെച്ച് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ആൽക്കഹോള് നജസാണ്. അത് ഈ സ്പ്രേന്റെ കുപ്പിമ്മ എഴുതിയിട്ടുണ്ടാവും ഇത്ര ശതമാനം ആൽക്കഹോൾ ഇതിലുണ്ട്. അപ്പൊ ആൽക്കഹോള് നജസാണെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഈ സ്പ്രേ അതും നജസാണ്. അത് വസ്ത്രത്തിലാവാൻ പാടില്ല. പല്ലിതൊല്ലിയിലെ നജസ് മനഃപൂർവ്വം ആക്കൽ ഹറാമാണ്, പാടില്ല എന്ന മസ്അല തന്നെയാണ് അതിന് വരിക. അതുകൊണ്ട് ഞാൻ പൊന്മലുസ്താലൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, സ്പ്രേ തന്ന ആരും ഒഴിവാക്കണ്ട. ഈ കൊതുക് വരാതിരിക്കാൻ വേണ്ടി കറക്കുന്ന കത്തിന്റെ കാലും മരിക്കാനൊക്കെ. അപ്പൊ ഏറ്റവും നല്ലൊരു വിഷയം എന്താണല്ലോ. ഇനി അതിനെപ്പറ്റി തന്നെ ഒരു ചർച്ച. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നടന്ന മൊത്തം നമ്മൾ ആകെ ഇഷ്കാലാവും. അതായത്
നൂറുൽ അബ്സാർ ഞാൻ ഉസ്താവുമാർക്ക് വേണ്ടിയിട്ടാ പറഞ്ഞു കേട്ടോ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല. നൂറുൽ അബ്സാർ എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടല്ലോ, നമ്മുടെ 10 കിതാബിൽപ്പെട്ട നൂറുൽ അബ്സാർ. ഈ നൂറുൽ അബ്സാർ എന്ന കിതാബിനൊരു ആശയുണ്ട്. അതെന്താ ആശയ? ഇഫാലത്തുൽ അൻവാർ എന്ന് പറയുന്ന ഒരു ഹാഷ്യ നമ്മുടെ 10 കിതാബിൽപ്പെട്ട ഫിഖിന്റെ കിതാബായ നൂറുൽ അബ്സാർ. നൂറുൽ അബ്സാർ രണ്ടെന്നുണ്ട്. റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന നൂറുൽ അബ്സാർ ഉണ്ട്. അതല്ല, നമ്മുടെ ഫിഖിന്റെ കിതാബായ നൂറുൽ അബ്സാറിന്റെ ഒരു ആശയുണ്ട്. അതാണ് ഇഫാലത്തുൽ അൻവാർ. അത് നമ്മുടെ ശൈഖുന ഓക്കെ ഉസ്താദിന്റെ ഉസ്താദ് ഏതോ മമ്മിക്കുറ്റി മുസ്ലിയായേക്കാൾ ഗൗരവത്തിലാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഇറങ്ങുന്ന മിക്ക അത്തറുകളിലും നജസ് കലർന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് ഉറപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് ഒറ്റരിക്കത് എന്താണ് നജസാണ്, ഒരു അത്തറും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. നജസ് അതിലുണ്ടോ? ആൽക്കഹോള് നജസാണ്, ആൽക്കഹോൾ അതിലുണ്ട് എന്ന് ഉറപ്പാണോ എങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വിധി വരിക. അതുകൊണ്ട് സുഗന്ധം നമ്മൾ ഉപയോഗിക്കണം. ചില അത്തറുമുണ്ടാവും എന്നാൽ ആൽക്കഹോള് ഫ്രീനോ, ആൽക്കഹോള് ഫ്രീനോ എന്തോ ഇതുണ്ടാവും, ഇതിൽ ആൽക്കഹോളൊന്നും ഇല്ലാന്ന്. നമ്മൾ ആ കമ്പനി പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുക. ഒറ്റടിക്ക് എല്ലാം നമ്മൾ സ്വീകരിക്കാനും പറ്റില്ല. ഒരിക്കൽ പൊന്മൾ ഉസ്താദിനോട് ഈ ഗൾഫിൽ ഇറക്കുന്ന കോയിന്റെ മസല ചോദിച്ചു. മിഷ്യൻ വൈക്ക് കോയിൻ ഇറക്കുക, ആ കോയിനെ തിന്നാൻ പറ്റുമല്ലേന്ന് മസല ചോദിച്ചിടത്ത് ആരോ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഈ കോയിന്റെ പേക്കുമ്പോ എഴുതിയിട്ടുണ്ട് ദബ്ഹ് ഹലാല്, അല്ലാതെ അനുവദനീയമായ രൂപത്തിൽ അറുത്തതാണ് എന്ന് ഈ പേക്കുമ്പോ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് പൊന്മൾ ഉസ്താദ് പറഞ്ഞു, അത് ചെമ്മീന്റെ കവറുമ്പി ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഗൾഫിൽ ചെന്നിട്ട് ചെമ്മീന്റെ പേക്കുമ്പീൻ ദബ്ഹ് ഹലാലിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആകത്തുക എന്താണ്, ഇവര് കുറെ കവർ അടുപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കവറിക്ക് ചില കവറിക്ക് കോയിനാക്കും, ചില കവര് ചെമ്മീനാക്കും, ചില കവറില് ചിലപ്പം ചോളോനാക്കും. എല്ലാം ഉണ്ടാവും ദബ്ഹ് ഹലാൽ, അല്ലാതെ മദ്ബൂഹുൻ അലാ ശരീഅത്തിൽ ഇസ്ലാമിയാണ്. ഇതിങ്ങനെ കുറെ കവറടുപ്പിച്ച് വെച്ചിക്ക, ചിലയ്ക്ക് ചെമ്മീനാക്കാണ്, ചിലയ്ക്ക് കോഴിയാക്കാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാവും മദ്ബൂഹുൻ അലാ ശരീഅത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമികമായ നിയമപ്രകാരം മറക്കപ്പെട്ടത്. അപ്പൊ വെറും കമ്പനികൾ എഴുതിയതും മാത്രം ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ അബൂ സിനാൻ ഉസ്താദിന്റെ ക്ലാസിന്റെ സമയം, അത് ഓരോ ക്ലാസ്സിനും ഓരോ ഷെഡ്യൂൾ ഉണ്ടല്ലോ, അതാണല്ലോ അതിന്റെ ഒരു വൃത്തി. ഉണക്കമീൻ നജസല്ലേ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല മക്കളെ. അയില, മത്തി പോലോത്രയ്ക്കും കാഷ്ടം കളയാതല്ലേ എന്ന് ഹോട്ടലിൽ ചാറ് വെക്കുന്നത്? അങ്ങനെയല്ലേ അത് ഉണക്കുന്നത്? അത് ഉപയോഗിക്കാൻ പറ്റോ ഇല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് അത് നാളെ ഇനി ആരൊക്കെയോ റൈസാൻ ചെയ്തിട്ടുണ്ട്. തൽക്കാലം അബൂ സിനാൻ ഉസ്താദിന്റെ ക്ലാസിന്റെ സമയമായതുകൊണ്ട് അബൂ സിനാൻ ഉസ്താദിലേക്ക് മൈക്ക കൈമാറി ഞാൻ തൽക്കാലം വിധി ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഞാനും ചോദ്യകർത്താക്കൾ ചോദിക്കണ്ട. അബൂ സിനാൻ ഉസ്താദ് ശബ്ദം കേൾക്കില്ലേ? അബൂ സിനാൻ ഉസ്താദ് ശബ്ദം കേൾക്കണില്ലേ? പോയോ? ചായ എടുക്കാൻ പോയിട്ടുണ്ടാവും ചിലപ്പോ, കിട്ടില്ലേ? ഉണ്ട്. ഏതായാലും ചോദ്യകർത്താവുകളൊക്കെയും തൽക്കാലം ആക്കാം. ഞാൻ DNT ഒഴിവാക്കാം, അത്യാവശ്യമാക്കാം. ഏതായിരുന്നാലും അല്ലാഹു തആല ഫത്ലുൽ മുഈൻ നജസെന്ന് കാണാം. അല്ല, ഫത്ലുൽ മുഈൻ ഒറ്റടിക്ക് നജസാണെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണക്കൽ മീൻ അങ്ങോട്ട് കല്ലത്താക്കണ്ട. അങ്ങനെ ഇപ്പൊ നമ്മൾ ഉണക്കൽ മീനൊക്കെ എല്ലാം നജസാന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തൊരു കച്ചവടം നടക്കൂല. അപ്പൊ ഫിഖീന്റെ മസല പറയുമ്പോ പൊന്മൾ ഉസ്താദൊക്കെ പറഞ്ഞ മാതിരി ഏതെങ്കിലും നിലക്കൊരു അനുവദനീയമായ കൗലുണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഇന്ന് ലോകം മുന്നോട്ട് പോവാൻ പറ്റും. പ്രബലമായ അഭിപ്രായ പ്രകാരം ഇപ്പൊ മുന്നോട്ട് പോയാൽ മൊത്തം നമ്മൾ കഞ്ഞെള്ളം കുടിക്കാത്ത കോലത്തിൽ വരും. ഏതായാലും തൽക്കാലം മൈക്കതിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. ശുക്രൻ യാ ഉസ്താദ്, ജസാക്കല്ലാഹു ഖൈർ. അതിന്റെ വളരെ പഠനാർഹമായ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഉസ്താദ് ക്ലാസ് എടുത്തു തന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദിനും കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം ഈ നമ്മുടെ ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് ഉസ്താദ് ക്ലാസ് എടുത്തു വരാനും അത് നമുക്ക് കേട്ടിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആയുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്ക് നൽകുമാറാകട്ടെ.